നീ മോതിരം ഊരുന്നില്ലേ? ഇങ്ങ് കാണിക്കേ, ഞാൻ ഊരിയെടുക്കാം. ഞാൻ ഊരിക്കോളാം. വേണ്ട. എന്നാണോ ഇദ്ദേഹം തനുവിന്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തുന്നത്? അന്ന് ഞാൻ എന്റെ താലി അഴിച്ചു വെക്കാം. അതിന് മുൻപ് എന്നോട് രാജേട്ടാ, ഞാൻ ഇനി ഏട്ടനുമായി നല്ല ടേംസിലാവില്ല. ഏട്ടൻ എന്നിൽ നിന്ന് എന്റെ പ്രണവിനെ തട്ടിത്തെറിപ്പിച്ചു, എന്റെ ലൈഫ് സ്പോയിലാക്കി. എന്നിട്ട് നിങ്ങൾ പറയാ ഞാൻ ആ മനുഷ്യനുമായിട്ട് പഴയ പോലെ സ്നേഹിക്കണമെന്ന്. ഹീസ് നോ മോർ മൈ ബ്രദർ. ഓക്കെ, നീ ഇങ്ങനെ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യില്ല ആലിയ. നീ ഒന്ന് ദേഷ്യം അടക്കണം. ഓക്കെ, എത്രത്തോളം ദേഷ്യത്തെ അടക്കി വെക്കുന്നുവോ അത്രത്തോളം നമുക്ക് ശത്രുവിനെ ഇല്ലാതാക്കാൻ സാധിക്കും. കുറച്ച് സമയത്തേക്ക് നിനക്ക് പ്രണവിനെ മറക്കേണ്ടി വരും. ഇവിടെ ജോലി നടക്കണമെങ്കിൽ പ്രണവിനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയേ പറ്റൂ. ഇനി രണ്ടാമത്തെ കാര്യം, നീ അബിക്ക് വളരെ സപ്പോർട്ടീവാണെന്ന ചിന്ത അവന്റെ മനസ്സിൽ നീ ഉണ്ടാക്കിയെടുക്കണം. കഴിക്കാതിരിക്കുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചാ അതെങ്ങനെ ശരിയാവും? പ്രിയ, നിനക്കറിയില്ലേ ഞാൻ ചോറ് കഴിക്കില്ലെന്ന്? എഴുന്നേറ്റോ മോളെ? എന്തുപറ്റി അച്ഛമ്മ? എന്താ റേഡിയോ ഓഫാക്കിയത്? അത് മോളെ, രാവിലെ മുതൽ വല്ലാത്ത ബോറടിയാ. പഴയ പാട്ടുകൾ കേൾക്കുന്നു, പഴയ വാർത്തകൾ പറയുന്നു, അതുകൊണ്ട് ഓഫാക്കിയത്. അല്ലെങ്കിൽ നല്ല വാർത്തകൾ അന്ന് റേഡിയോയിൽ ഉണ്ടാവില്ല. ന്യൂസ് പേപ്പറിലാ നല്ല വാർത്തകൾ ഉണ്ടാവുക. ബുൾബുൾ ഇപ്പൊ തന്നെ വായിച്ചു തരും എന്തൊക്കെ വാർത്തകളുണ്ട്. ഞാൻ വായിക്കാം. The most awaited love match. പേപ്പർ ഇങ്ങനെ തന്നെ ഞാൻ വേറെ എന്തെങ്കിലും വായിക്കാം. ചേച്ചി, ഞാൻ നല്ലൊരു ഡ്രസ്സിന്റെ ഡിസൈൻ കണ്ടു. എനിക്കത് കട്ട് ചെയ്ത് എടുത്ത് വെക്കണം ചേച്ചി, എന്നിട്ട് തരാം ഞാൻ. ആദ്യം ഞാനൊന്ന് പേപ്പർ വായിക്കട്ടെ, അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് എടുത്തോ. നിത്താ, അത് പറ്റില്ല, ഇമ്പോർട്ടന്റാ.
അമ്മ ഒന്ന് പറഞ്ഞു കൊടുക്കമ്മേ. ആ ശരി ശരി, നീ പോയി കട്ട് ചെയ്തോളൂ. പിന്നെ നിനക്കിപ്പൊ ന്യൂസ് പേപ്പർ വായിച്ചേ മതിയാവൂ. നമുക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്ന് ഒരുപാട് സംസാരിച്ചൂടെ? അതിനു മുമ്പ് നീ ഭക്ഷണം കഴിക്ക്. ജാനകി, നമ്മുടെ പ്രിയക്കുള്ള ഭക്ഷണം ടേബിളിലേക്ക് എടുത്തു വെക്ക്. ആ ശരി. ഞാൻ തന്നെ നിനക്ക് വിളമ്പി തരാം. പിന്നെ ഒരുപാട് സംസാരിക്ക. വളരെ ശരിയാണ് പ്രിയ, നീ വേഗം ഭക്ഷണം കഴിക്കേ. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വാ, എന്നിട്ട് എനിക്ക് ഗെയിം കൂടി പൂർത്തിയാക്കി തരണം കേട്ടോ. വർഷങ്ങളായുള്ള സ്വപ്നം പൂർത്തിയാവാൻ പോവാ. എന്റെ അബിയുടെ വിവാഹ വാർത്ത എല്ലായിടത്തും എത്തിയിരിക്കുന്നു. TV ചാനൽ, ന്യൂസ് പേപ്പർ, റേഡിയോ എല്ലായിടത്തും. പിന്നെ ഇനി ഞാനും അബിയും തമ്മിലുള്ള വിവാഹം നടക്കും. ഞാൻ നിന്റെ ചേട്ടത്തിയാകും. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഫാമിലിയായി ജീവിക്കും. പിന്നെ നീ ഇത്രയും ബഹളം വെക്കണ്ട. ഈ അവസ്ഥയിൽ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഈ വാർത്ത കേൾക്കുമ്പോ പാവം നമ്മുടെ പഴയ ഏട്ടത്തിയമ്മ, അതായത് നമ്മുടെ പ്രിയയുടെ അവസ്ഥ എന്തായിരിക്കും? നീ ഇവിടെ ഡാൻസ് ചെയ്യുന്നു, പക്ഷെ പ്രിയയുടെ അവസ്ഥ എന്തായിരിക്കും അവിടെ? അറിയില്ല. അവൾക്കിപ്പൊ കണ്ണീര് നിർത്താൻ സാധിക്കുന്നുണ്ടാവില്ല. ഞാൻ എന്തിനു വേണ്ടിയാണോ അദ്ദേഹത്തിൽ നിന്ന് അകന്നത്, അത് നടക്കാൻ പോവുക. ഇപ്പൊ ആ വീടിന് അവരുടെ ശരിക്കുള്ള സന്തോഷം കിട്ടാൻ പോവുക. അച്ഛമ്മ തനുവിനെ അക്സെപ്റ്റ് ചെയ്തതിലൂടെ ശരിയായ തീരുമാനം എടുത്തത്. എനിക്ക് അവിടെ ചെന്ന് അച്ഛമ്മയെയും മുഴുവൻ കുടുംബത്തെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. ഞാൻ ഇപ്പൊ തന്നെ അദ്ദേഹത്തെ കാണാൻ പോവാ. ആലിയ, ഐ തിങ്ക് നമ്മൾ പ്രിയെ കണ്ട് അവളോട് സിമ്പതി കാണിക്കണമെന്ന്. ആക്ച്വലി നമ്മൾ നമ്മുടെ ഈ സിമ്പതി കൂടെ കൊണ്ടു നടക്കാനേ പാടില്ല. പക്ഷെ ഇപ്പൊ സിമ്പതി പ്രിയക്കല്ല, അവളുടെ കുടുംബത്തിനാ കൊടുക്കേണ്ടത്. ബിക്കോസ് ഐ എം ഷുവർ തനു, ഇപ്പൊ ഈ നടന്നതൊക്കെ നോക്കുമ്പോ പ്രിയയുടെ വീട്ടിൽ നിന്നും അവളുടെ മരണ വാർത്തയായിരിക്കും പുറത്തേക്ക് വരിക. എന്റെ കൂടെ ഇരുന്നൂടെ? നിന്റെ കൂടെ സമാധാനായിട്ടിരിക്കാം. അല്ല, തനു ഇല്ല ഇവിടെ? തനു ഉണ്ട്, ചിലപ്പോ റൂമിലായിരിക്കും. ശരി, ആദ്യം അവളെ കണ്ടിട്ട് വന്നിട്ട് നിന്റെ കൂടെ ഇരുന്ന് കുറെ കാര്യങ്ങൾ സംസാരിക്കാം. ശരി ചേച്ചി. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഞാനാന്ന്. ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള എന്റെ തീരുമാനം ശരിയായിരുന്നു. ഇനി തനുവിന്റെ കുഞ്ഞിന് അതിന്റെ അച്ഛനെ ലഭിക്കും. പിന്നെ അച്ഛമ്മയ്ക്ക് അച്ഛമ്മയുടെ ചെറുമകന്റെ കുഞ്ഞിനെയും. അദ്ദേഹവും തീർച്ചയായും സന്തോഷത്തിലായിരിക്കും. ഞാൻ പോയതിനു ശേഷം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ശരിക്കുള്ള സന്തോഷം ആരോടൊപ്പമാണെന്ന്. ഇങ്ങോട്ടാ വരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അഭിപ്രിയ ഈ അവസ്ഥയിൽ കണ്ടാ പിന്നെ ഇവളോട് ഇമോഷണലാവും. വീണ്ടും ഇവളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. വീണ്ടും ഇവളോട് അടുപ്പം ഉണ്ടാവും. വളരെ കഷ്ടപ്പെട്ട വിവാഹത്തിന്റെ വക്കോളം എത്തിച്ചത്. എന്റെ കഷ്ടപ്പാടൊന്നും വെറുതെ ആവാൻ പാടില്ല. എന്താ ഇപ്പൊ ചെയ്യാ? എന്ത് ചെയ്യും? ഇവളെ എവിടെയെങ്കിലും ഒളിപ്പിക്കാം. അതോ അബി ഇവളെ കണ്ട വല്ലാതെ ഇമോഷണലാവും. സോറി അബി, അത് ആക്ച്വലി ഞാൻ ഡിസൈനറിനോട് അപ്പോയിന്റ്മെന്റ് വാങ്ങിയിരുന്നു. അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അളവെടുക്കാൻ വേണ്ടി. വളരെ ബുദ്ധിമുട്ടി കിട്ടിയ അപ്പോയിന്റ്മെന്റാ. ഇത് വേണ്ടെന്ന് വെച്ചാ പിന്നെ നെക്സ്റ്റ് മന്തേ ഫ്രീ ആവത്തുള്ളൂ. ഞാൻ ഇവിടെ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യം. അബി, ഐ ഹോപ്പ് നിനക്ക് വിഷമമൊന്നുമില്ലെന്ന്. എനിക്കറിയില്ലായിരുന്നു കാർഡ് കൊടുക്കാൻ ഇന്ന് തന്നെ പോണോന്നല്ലെങ്കിൽ ഞാൻ നാളത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുമായിരുന്നു. ഞാൻ പോയിക്കോളാം. താങ്ക് യു. ഇനി അവളെ പോയി എഴുന്നേൽപ്പിക്കാം. എന്നിട്ട് ചോദിക്കുക എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്. പിന്നെ ബോധം കെട്ട് പോയത് എങ്ങനെയാന്ന്. ആരെങ്കിലും അവളെ കാണുന്നതിന് മുൻപ് ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വെച്ചേ മതിയാവൂ. അവൾ ഇവിടെ നിന്ന് എന്റെ വിവാഹം സ്പോയിലാക്കാൻ പാടില്ല. നീ അവന്റെ കുഞ്ഞാക്കി മാറ്റാൻ പോകുന്നത് ആ കുഞ്ഞ് ശരിക്കും എന്റേതാണെന്ന്. നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. അഥവാ നിനക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ നിമിഷം നീ എന്നെ കാണാൻ ഇവിടെ വരണം. ഇപ്പോ നീ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും പറയാൻ സാധിക്കില്ല തനു. ശരി, ഞാൻ ഇപ്പൊ വരാം. രണ്ട് പ്രശ്നങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. ഞാൻ എന്താ ചെയ്യാ? ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അവനെ കണ്ടില്ലെങ്കിൽ അവൻ തീർച്ചയായും അബിയോട് സത്യം പറയും. ഞാൻ പോയേ തീരൂ. പക്ഷെ ഇവളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു അവളെ എന്നിൽ നിന്ന് അകറ്റിയത്? അവൾ എന്നോട് പോലെ ജീവിതകാലം മുഴുവൻ ചെലവിടാൻ ആഗ്രഹിച്ചിരുന്നേ. നീ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നു എന്ന് പറഞ്ഞവരൊക്കെ മണ്ടന്മാരാ. നീ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുകയല്ല, ബന്ധങ്ങളെ മുറിച്ചു മാറ്റുകയാ ചെയ്യുന്നത്. ആരൊരാളെ സാക്ഷിയാക്കിയാണോ ആളുകൾ വിവാഹ ബന്ധത്തിലേക്ക് കടക്കുന്നത്,
അയാൾക്ക് എങ്ങനെയാണ് ആ ബന്ധത്തെ പിരിക്കാൻ കഴിയുക? പക്ഷെ എനിക്കറിയാം ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും പ്രിയയ്ക്ക് നിന്നോടുള്ള വിശ്വാസം ഇല്ലാതാവില്ലെന്ന്. അവൾ ഇനിയും നിന്നെ വിശ്വസിക്കും, ഇനിയും നിനക്ക് മുടങ്ങാതെ പൂജ ചെയ്യും. അങ്ങനെ എത്രത്തോളം അവൾ നിന്നെ പൂജിക്കുന്നോ അത്രത്തോളം തന്നെ നീ അവളെ ദുഃഖിപ്പിക്കുകയും ചെയ്യും. നോക്ക്, കല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിന്റെ ഈ മുഖമല്ല, നിന്റെ ഹൃദയമാണ് യഥാർത്ഥത്തിൽ കല്ല്. അതിനതിന്റെ ഭക്തരോട് ഒരു കാരുണ്യവും ഇല്ല. എല്ലാ കാര്യവും ഞാൻ ചെയ്യും. അങ്ങനെ നിന്നിൽ നിന്ന് അവൾ ആഗ്രഹിച്ചതെല്ലാം ഞാൻ കൊടുക്കും. പക്ഷെ അതിനുവേണ്ടി എനിക്ക് അവളെ എന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അതിപ്പോൾ എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും ശരി, എനിക്ക് എന്റെ പ്രിയയെ തിരികെ കൊണ്ടുവന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അവളെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന്. പക്ഷെ എങ്ങനെ? ഈ കാർഡ് ഇതൊന്ന് അവളെ കാണിച്ചു നോക്കാം. ഒരു പക്ഷെ ഇത് കാണുമ്പോൾ അവൾക്ക് എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തോന്നിയാലോ? അങ്ങനെ ഒരു തവണ പ്രിയ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയാവും. ഹലോ ആകാശ്, ആകാശ് നിനക്കറിയാവോ അഭിയേട്ട എവിടെയുള്ളതെന്ന്? ഓഫീസിലോ? ആ ശരി. ഇല്ല ഒന്നുമില്ല, പിന്നീട് വിളിച്ചോളാം. ചേച്ചി, ആകാശ് പറയുന്നത് ഇപ്പൊ ചേട്ടൻ ഓഫീസിൽ എന്തോ ആവശ്യത്തിന് പോയിരിക്കുകയാണെന്ന്, കുറച്ച് പേപ്പർ സൈൻ ചെയ്യാൻ വേണ്ടി. എനിക്ക് അദ്ദേഹത്തെ കാണണം, വളരെ ചേച്ചി അത്യാവശ്യം. എന്താ സംഭവിച്ചെന്നൊന്ന് പറഞ്ഞിട്ട് പോ. എല്ലാം ഞാൻ പിന്നീട് സമാധാനമായിട്ട് പറയാം. എനിക്കിപ്പോ അദ്ദേഹത്തെ കാണേണ്ടത് അത്യാവശ്യം. ചേച്ചി. ഹലോ ചേച്ചി എവിടെയാ? ഞാനെല്ലാം വീട്ടിൽ വന്നിട്ട് പറയാം മോളെ. എനിക്ക് അദ്ദേഹത്തെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്. ചേച്ചി ഹലോ. ചേച്ചി, ഐ എം ഷുവർ ചേച്ചി അബിയുടെയും തനുവിന്റെ വിവാഹക്കാരെ അറിഞ്ഞിട്ടുണ്ടാവും. ഐ ജസ്റ്റ് ഹോപ്പ് ചേച്ചി കാര്യത്തിൽ ഓക്കെ ആയിരിക്കും. ഞാൻ കുറച്ച് വിഷമിച്ചു വന്നത് ശരിയാ, അമ്മയല്ലേ. പക്ഷെ അവള് ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് എന്റെ മകളിൽ അഭിമാനം ഉണ്ടായത്. അവൾ ഇത്രയും വലിയൊരു തീരുമാനം ഇത്ര എളുപ്പത്തിൽ എടുത്തല്ലോ. പക്ഷെ എനിക്കിപ്പോ ഇത്രമാത്രം പറയാൻ കഴിയും, ഞാൻ എന്നും പ്രിയക്കൊപ്പം ഉണ്ടാകുമെന്ന്. എനിവേയ്സ്, ഞാൻ ഇറങ്ങുന്നു. ചേച്ചി എവിടെ? ചേച്ചി തന്നെ എന്നോട് പറഞ്ഞത് നിങ്ങളെ കാണാനാ വരുന്നെന്ന്, എന്തോ അത്യാവശ്യ കാര്യത്തിന്. എങ്കിൽ ചിലപ്പോൾ അവള് വീട്ടിൽ പോയി കാണും. ഞാൻ ഇറങ്ങട്ടെ. പ്രണവിന് അവൻ ചെയ്തതിന്റെ ശിക്ഷയും കിട്ടും, എന്നെ റിജക്ട് ചെയ്തതിന്റെ ശിക്ഷ. ഈ കാര്യത്തിനിടയിലേക്ക് ആര് തന്നെ വന്നാലും ഞാൻ അയാളെ വെറുതെ വിടില്ല. ഇല്ല, തനുവിന്റെ പ്രഗ്നൻസിയെ കുറിച്ചും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഇവൾക്ക് തനുവിനെ കുറിച്ചും അറിയാമായിരുന്നു. ഇനി അഥവാ തനു മറ്റാരുടെയോ കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണെന്ന് അറിയുകയാണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കാന്? ഐ മീൻ, വി ഗോട്ട് ഇറ്റ് ഓൾ കവേർഡ്. മെഡിക്കൽ റിപ്പോർട്ട്സ്, ഡോക്ടേഴ്സ്, DNA ടെസ്റ്റ് എല്ലാം തന്നെ. എല്ലാം ഇതായിരിക്കും പറയുന്നത്, ആ കുഞ്ഞിന്റെ അച്ഛൻ മറ്റാരുമല്ല, റോക്ക് സ്റ്റാർ അഭിയാണ്. ആർക്കും ഒന്നും തെളിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ തരത്തിലും സേഫാണ്. എല്ലാ വഴിക്കും നമ്മുടെ വിജയം ഉറപ്പാണ്. പിന്നെ അഭിഷേക് പ്രേമേനോന്റെ തോൽവി കൺഫേംഡ് ആണ്. I'll call you back. എന്താ നീ പറഞ്ഞത്? ഞാനിപ്പോ കേട്ടതല്ല സത്യമാണോ? നീ എന്താ കേട്ടത്? എനിക്ക് വിശ്വാസമേ വരുന്നില്ല. നീ നിന്റെ സ്വന്തം ചേട്ടനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെന്ന്. അദ്ദേഹത്തിന്റെ പേര് ഞാനാണെന്ന് നിന്നെ പോലെ ഒരാളിൽ നിന്നും മനുഷ്യത്വം പ്രതീക്ഷിക്കാൻ എനിക്കിപ്പോ എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നത്, എന്നോട് തന്നെ പുച്ഛം തോന്നുന്നത്. നിന്നെ പോലെ ഒരാൾക്ക് വേണ്ടി അച്ഛമ്മയെ കരയിച്ചില്ലേ? എന്റെ കുടുംബത്തിനെ ഞാൻ വിഷമിപ്പിച്ചു, എന്റെ ആനജത്തിയെ ഞാൻ ദുഃഖിപ്പിച്ചു. കാരണം എനിക്ക് നിന്നിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. അന്നൊന്നും നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ ശരിക്കും മനസ്സിലായി നീ ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന്. നീ ആർക്കും സ്വന്തമല്ല. നീ നിന്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ യു ആർ സെൽഫിഷ്. ഞാൻ സെൽഫിഷ് ആണ്. ഞാൻ സെൽഫിഷ് ആണ്. പിന്നെ എന്റെ ഉള്ളിൽ മനുഷ്യത്വമില്ല. ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്നും സ്നേഹം തട്ടിയെടുക്കുമ്പോ, അവളുടെ പ്രണയം തട്ടിയെടുക്കുമ്പോ പിന്നെ അവൾക്ക് എങ്ങനെ മനുഷ്യത്വം ഉണ്ടാവും? മിണ്ടരുത്, ഒന്നും പറയരുത്. നീ ഏട്ടനെ കളഞ്ഞിട്ട് പോയതല്ലേ, പിന്നെന്തിനാ തിരിച്ചു വന്നേ? അറിയോ ഞാൻ എത്ര സന്തോഷത്തിലായിരുന്നു. ഫൈനലി നീ എന്റെ ലൈഫിൽ നിന്നും പോയെന്ന് വിചാരിച്ചു. പക്ഷെ നിനക്ക് തിരിച്ചു വരണമായിരുന്നു. നിനക്ക് എല്ലാം ശരിയാക്കണമായിരുന്നു. ദാറ്റ്സ് ഹൂ യു ആർ. ദാറ്റ്സ് ഹൂ പ്രിയ ഈസ്. എനിക്കതിൽ ഒരു പ്രശ്നമില്ല. ഇൻഫാക്ട്
പ്രശ്നമില്ല നിനക്കാണ് പ്രിയ. കാരണം ഇന്ന് നിന്റെ മുമ്പിൽ നിന്റെ എക്സ് ഹസ്ബൻഡ്, മറുവശത്ത് നിന്റെ അനുജത്തിയുടെ ഭാവി വരൻ പ്രണവ്. ഇവർ രണ്ടുപേരിൽ നീ ആരെ രക്ഷിക്ക? പക്ഷെ ഞാൻ പറയുന്നു നിനക്ക് ഇവർ രണ്ടുപേരെയും രക്ഷിക്കാൻ കഴിയില്ലെന്ന്. ഇറ്റ്സ് ഓഫ് നോ യൂസ് ആൻഡ് സച്ച് ഇസ് ലൈഫ്. ഹലോ, നിങ്ങളെവിടാ? ആ, ഞാൻ കണ്ടു. നിങ്ങളെയാണോ ഞാൻ ഫോൺ ചെയ്തേ? അതെ സാർ, ഇതാ നിങ്ങളുടെ ഫോൺ. അത് നിങ്ങളുടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ലേഡി ഇല്ലേ, അവരെങ്ങോട്ട് പോയി? അവർ ആ ബിൽഡിംഗിലേക്കാണ് പോയത്. ഇതെന്റെ അക്കൗണ്ട്സ് ഓഫീസല്ലേ? പ്രിയ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ശരി, അവരെ തിരിച്ചു പോന്ന് കണ്ടായിരുന്നോ? ഇല്ല സാർ, ഇതുവരെ വന്നില്ല. ഓക്കെ, ഫോൺ ഞാൻ കൊടുത്തോളാം. താങ്ക് യു. എനിക്കെന്താ ഇങ്ങനെ തോന്നുന്നേ? പ്രിയ എനിക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നതെന്ന്. അവളെല്ലാം മറന്ന് വീണ്ടും എന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവോ? അതായത് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് ചിന്തിക്കുന്നത്. ഇല്ലല്ലോ, അകത്തേക്ക് പോയി നോക്കാം. നിങ്ങൾ പ്രിയ എവിടെയെങ്കിലും കണ്ടോ? യെസ് സാർ, ഞാൻ കണ്ടു. സാറിന്റെ ക്യാബിലേക്ക് പോകുന്നു. ഓക്കെ. Excuse me. ഇതെന്താ എനിക്ക് പറ്റിയേ? എനിക്കെന്താ ഇങ്ങനെ തോന്നുന്നേ? എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇനി പ്രിയയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റി കാണൂ? പ്രിയ, പ്ലീസ് പ്ലീസ്, ഒരു പ്രാവശ്യത്തേക്ക് എന്നെ മുന്നിലൊന്ന് വാ. പിന്നെ ഞാൻ നിന്നെ ഒരിടത്തേക്ക് പോകാൻ സാധിക്കില്ല. വരൂ സാർ, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് സാർ എന്റെ കടയിൽ വന്നതിന്. ഇരിക്കു സാർ, എന്താ വേണ്ടത്? ഒരു ചായ എടുത്തോ? ചായ മാത്രോ? സാറിന് വേണ്ടി ഞാൻ ഇന്ന് സ്പെഷ്യൽ ചായ ഉണ്ടാക്കി തരും സാർ. ഇരിക്ക്. ആ ചേട്ടാ, രണ്ട് കട്ടൻ ചായ എടുക്ക. ആ ശരി ശരി, നിങ്ങൾ അവിടെ ഇരിക്കേ. ഇത് റോക്ക് സ്റ്റാർ അഭിയല്ലേ? ആ റോക്ക് സ്റ്റാർ. നിങ്ങൾ അഭിയല്ലേ? അല്ല അനിയന്മാരെ, സ്റ്റാർ ഒക്കെ അങ്ങ് മോളിലാ. ഇത് ചായക്കട, എവിടെ പലരും വരും. നിങ്ങൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? നിങ്ങൾ പോയി ഇരിക്കും, ഞാൻ ചായ എടുക്കാം. യെസ്. ഷോൾ ഡോറിന് പുറത്ത് കിടക്കുക. ഓ, ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ, താങ്ക് യു. ആന്റി, അച്ഛമ്മ എവിടെയെങ്കിലും കണ്ടോ? മോനെ, ചേച്ചി ഹോസ്പിറ്റലിൽ പോയിരിക്കാ, എന്തോ റിപ്പോർട്ട്സ് വാങ്ങാൻ വേണ്ടി. ഇനിയിപ്പോ പ്രിയയുടെ കൂടെ ആയിരിക്കോ പോയത്? അത് ആന്റി, അച്ഛമ്മ ആരുടെ കൂടെയാ പോയേ? ഡ്രൈവറിന്റെ കൂടെ. പ്രിയ അച്ഛമ്മയുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഇനി അവൾ എവിടെ പോയി? അബി, നീ എന്താ അത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നേ? ഇല്ല, ഒന്നുമില്ല. ഐ എം ഫൈൻ. ഈ അബിക്ക് എന്താ ഇത്ര പെട്ടെന്ന് പറ്റിയത്? ഇനി പ്രിയ ഒന്നും കണ്ടു കാണില്ലല്ലോ അബി. അവൾ എന്തെങ്കിലും പറഞ്ഞു കാണുമോ? പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കുക, പ്ലീസ്. എങ്കിൽ പിന്നെ നീ എനിക്കൊരു അവസരമെങ്കിലും തരൂ. പ്ലീസ്, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, പ്ലീസ്. ഐ ഹാവ് ആൻ ഐഡിയ. ഞാൻ നിനക്ക് ഹെഡ് മസാജ് ചെയ്യാം, തലവേദനയൊക്കെ പോവും. വേണ്ട തന്നെ, എനിക്കൊരു കുഴപ്പമില്ല. നീ ടെൻഷൻ അടിക്കണ്ട, പ്ലീസ്. എന്തിനാ ചിരിക്കുന്നേ? നിങ്ങളുടെ തലമുടി കണ്ടിട്ട്. അതിലിപ്പോ ചിരിക്കാൻ എന്താ ഉള്ളേ? അല്ല,
ഇങ്ങനെ എണ്ണ ഇടുന്ന കാണുമ്പോണ്ടല്ലോ ഇത് എണ്ണയല്ല, മുടിയില് ജെല്ലിടുന്ന പോലെ. ആണോ? എന്നാ നീ പറ എണ്ണ എങ്ങനെ തേക്കേണ്ടെന്ന്. എന്തിനാ പറഞ്ഞു തരുന്നേ? ഞാൻ എണ്ണ ഇട്ടുതരാം. ഇനി വന്നേ. ആണോ? നീ ചെയ്തു തരുമോ? ഇവിടെ ഇരിക്കേ. വളരെ നല്ല കാര്യം. ഓക്കെ then in 3 2 ഞാനിപ്പോ ചെയ്തതാണ് ഒരു പ്രൊഫഷണൽ മസാജ് എന്ന് പറയുന്നത്. ഇത് ഞാൻ വെറുതെ വീണ്ടും മസാജ് ചെയ്യും. ഞാൻ പ്രൂവ് ചെയ്യും ഞാനാണ് ബെസ്റ്റ് എന്ന്. Come on. Semi professional meet the highly professional. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം എങ്ങനെയാ നന്നായി മസാജ് ചെയ്യുന്നത്. തല വേദനിക്കുന്നു. അതൊക്കെ one second. Let the genius show you. ദാ ഇങ്ങനെ. നിങ്ങൾ മുടി പറിച്ചെടുക്കാണോ അത് മസാജ് ചെയ്യാണോ? അങ്ങനല്ല, സോഫ്റ്റ് ഹാൻഡ്. അബിക്കിത് നന്നായി തോന്നുന്നുണ്ട്. ചെയ്യാം. എന്റെ അടുത്തുള്ളപ്പോഴും അവന് സന്തോഷം കിട്ടുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ പ്രിയയുടെ സ്ഥാനം പിടിച്ചെടുക്കും. അങ്ങനെ ഞാൻ അബിയുടെ മനസ്സിൽ നിന്ന് പ്രിയയുടെ പേര് മാറ്റും. എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അബി അവളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയും. അബി, അബി, എന്താ എടുത്തി? എന്താ ഇത്ര ടെൻഷൻ? നിന്റെ ഒരു ഫാൻ വന്നിട്ടുണ്ട് താഴെ. പിന്നെ അവൻ പറയാ നമ്മുടെ പ്രിയക്ക് ആക്സിഡന്റ് ആയെന്ന്. എവിടെ? ആരായാള്? താഴെ വീട്ടിലെ എല്ലാ വാർത്തയും വന്നു പറയുന്ന ജോലി നിങ്ങൾ ഏറ്റെടുത്തോ? നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ വെറുതെയാ. ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണ്. ആ ഗ്രൂപ്പ് വളരെ റെയറായിട്ടേ കിട്ടാറുണ്ട്. ഇപ്പൊ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾ പേഷ്യന്റിന്റെ ഫാമിലി മെമ്പർ ആണോ? ഞങ്ങൾക്ക് ഓപ്പറേഷന് മുമ്പ് ഡിക്ലറേഷൻ ഫാമിൽ പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് ആരെങ്കിലും ഒരു ഒപ്പിടേണ്ടത് ആവശ്യമുണ്ട്. എന്തെന്നാൽ ഇനി പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ അത് ഹോസ്പിറ്റലിനെ വെറുതെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. ഡോക്ടർ, ഈ ഫോർമാലിറ്റീസ് ഒക്കെ അത്യാവശ്യമാണോ? യെസ്. നിങ്ങൾ സൈൻ ചെയ്യാതിരുന്നാൽ ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല. പക്ഷേ പവിത്ര, നോക്ക്, നീ പെട്ടെന്ന് തന്നെ ആ ഫോം ഒന്ന് സൈൻ ചെയ്യും. ഇനി നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയ പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നീ കണ്ടതല്ലേ അവരവരുടെ താലിമാല എങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണെന്ന്. അർജുൻ ചിലപ്പോ അവരുടെ ഹസ്ബൻഡ് ഇല്ലേ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ ആരെങ്കിലും അന്വേഷിച്ച് ഇവിടെ എത്തിയാലോ? അങ്ങനെ ചിന്തിക്ക് അർജുൻ. നീ എന്താ പറയുന്നത് പവി? അർജുൻ പ്ലീസ്, പറയുന്നത് ഒന്ന് കേക്ക്. സൈൻ ചെയ്യ്. സാർ, ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. അർജുൻ പ്ലീസ് സൈൻ ചെയ്യ്. ഇനി നിന്റെ സമയം താമസിക്കും. നീ ഇങ്ങനെ നല്ല യെല്ലോ ഡ്രസ് ഇട്ടുകൊണ്ട് എന്റെ അടുത്തേക്ക് വരുമ്പോഴുണ്ടല്ലോ, അതായത് സൂര്യന്റെ കിരണങ്ങൾ എന്റെ അടുത്തേക്ക് വരുന്ന പോലുണ്ട് നിന്നെ കാണാനായിട്ട്. ഇപ്പോ ഞാനിത് എന്താന്നങ്ങ് പറയട്ടെ, ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതുപോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോ നിമിഷവും സന്തോഷം മാത്രം. ആണോ? നീ എവിടെ പ്രണവ്? I love you. പ്രണവ്, എനിക്കൊന്നും പറഞ്ഞല്ലോ ഐ ലവ് യു എന്ന്. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യാം, നിന്റെ കണ്ണുകളൊന്ന് അടയ്ക്ക. ഓ സോറി, ഇനി നീ കണ്ണടയ്ക്ക. കണ്ണടയ്ക്കുന്ന എന്തിനാ? എന്താന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. ഇല്ല. പ്ലീസ് ഡാ. ഇല്ല. പ്ലീസ് പ്ലീസ്. ഒരു മിനിറ്റ്. സാർ, നിങ്ങൾ പേഷ്യന്റെ ഫാമിലി മെമ്പർ അല്ലേ? അതെ. പേപ്പർ സൈൻ ചെയ്ത് ഇവരുടെ കണ്ണ് തുറന്നിരിക്കുന്നു. അർജുൻ, ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് തന്നെ മാപ്പ് കൊടുക്കില്ല.
ഇനി നീ നിന്റെ കണ്ണു തുറക്ക. ഒന്നും സംസാരിക്കാനില്ല. അല്ല നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ട ടെഡി ബെയർ മേടിച്ചോണ്ട് വന്നു. എന്നിട്ട് നീ എന്താ എന്നോട് മിണ്ടാത്ത? എന്തിനാ വാശി? ആഹാ, എനിക്ക് വാശി എന്തിനെന്നറിയോ? നീ ഇന്നോണ പറഞ്ഞതിന് 12th വരാന്ന് പറഞ്ഞല്ലേ. ഇന്ന് ഡേറ്റ് എത്ര? 15th. ഐ എം സോറി. ഇനിയുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ? പക്ഷെ ഇനി ഗിഫ്റ്റ് ഒന്നും കാണത്തില്ല. ബട്ട് പറഞ്ഞ ടൈമിൽ ഞാൻ എത്തിക്കോളാം. ഗിഫ്റ്റ് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ? എക്സ്ക്യൂസ് മീ, നീ ടൈമിന്റെ വരെയും ചെയ്യണം, ഗിഫ്റ്റും കൊണ്ടുവരണം. അയ്യോ ശരി എന്റെ അമ്മേ, ഞാൻ ടൈമിൽ തന്നെ വരാം, ഗിഫ്റ്റ് മേടിച്ചോണ്ട് വരാം, എല്ലാം തന്നെ ചെയ്യാം. പ്രോമിസ്. പ്രോമിസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മാപ്പ് തരാനൊന്നും പോകുന്നില്ല. യു നോ വാട്ട്? കട്ടീസ്. എന്താ 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 നീ പറഞ്ഞ? കട്ടീസ് എന്നോ? നീ എന്താ കൊച്ചുകുട്ടി? നീ എന്നോട് സിറ്റപ്സ് ചെയ്യാൻ പറയുന്നോ? ഓഫ് കോഴ്സ്. കം ഓൺ. 1 കം ഓൺ കം ഓൺ. 2 മതി. എന്താ എന്തു പറ്റി? എന്താ ശിക്ഷ പൂർത്തിയാക്കണ്ടെന്നാണോ? ശിക്ഷ ഞാൻ തന്നെ തന്നു കഴിഞ്ഞാ സങ്കടം എനിക്ക് തന്നെ ആയിരിക്കില്ലേ? അത് ശരി. ഐ ലവ് യു. ഐ ലവ് യു ടു. അങ്ങനെ അവളുടെ ഭർത്താവിനെ കണ്ടു. പക്ഷെ കണ്ടു ചേച്ചി, ഇപ്പൊ തന്നെ അവൻ സുഖാനെ രക്ഷിക്കാൻ വേണ്ടി പോകും. ആ ജാനകി, എന്റെ ഭഗവാനെ, ഞാൻ എത്ര ടെൻഷനില്ല. വീട്ടിലെ 2 പെൺകുട്ടികളെ കാണാനില്ല. പ്രിയയെ കുറിച്ചാണെങ്കിൽ ഒരു വിവരവും ഇല്ല. അപ്പോഴാ ഇവര് ടിവിയും കണ്ടോണ്ടിരിക്കുന്നേ. അർജുൻ, ഞാൻ ചിന്തിക്കുന്നത് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ്, അവരുടെ ഫാമിലിയിൽ എല്ലാവരും എന്തുമാത്രം ടെൻഷനിലായിരിക്കും. അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും അവൾ ഈ അവസ്ഥയിലാണെന്ന്? ഉറപ്പായിട്ടും അവർ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടോ? യുനോ പവി, നമ്മുടെ രക്തത്തിലുള്ളവരെ തന്നെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തിയുള്ള വേദന എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഐ നോ പവി. നമ്മളിപ്പോൾ തന്നെ അവരുടെ ഫാമിലി പറ്റി ഓർത്ത് ടെൻഷനിലാണ്. എനിക്കറിയില്ല അവരുടെ ഹസ്ബൻഡ് ആരാണെന്നും എവിടെയാണെന്നും. അയാൾ എവിടെ തന്നെ ആയാലും ഇതറിയുമ്പോൾ അയാളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അല്ലാതൊന്നുമല്ല. ഐ ലവ് യു. ഐ ലവ് യു. വേണ്ട, സോറി. ബട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ശരിയല്ല. കാരണം ഡോക്ടറും മറ്റും അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മള് ഹസ്ബൻഡും വൈഫാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവര് ഓപ്പറേഷൻ നിർത്തിവെക്കുകയോ മറ്റോ ചെയ്ത? അതെ, ഈ ഹോസ്പിറ്റലിലെ റൂൾസ് വളരെ മോശമാണ്. ഹസ്ബൻഡിന്റെ സൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ട്രീറ്റ്മെന്റ് ചെയ്യൂ. പിന്നെ ഹസ്ബൻഡും വൈഫും അടുത്തിരിക്കാൻ പാടില്ല. നീ എന്റെ ഭാര്യയല്ലേ? ഐ നോ, ബട്ട് കുറച്ച് സമയത്തേക്കല്ലേ. ആ, അതിന് പ്ലീസ്. എങ്കിൽ ശരി, ഞാൻ ഉണ്ടായിരുന്നോളാം. ചേച്ചി വീട്ടിൽ തിരിച്ചെത്തിയപ്പോ മുതല് ഞാൻ 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 വളരെ സ്ട്രോങ് ആവാൻ ശ്രമിക്കുകയാണ് പ്രണവ്. ഇപ്പൊ നിന്റെ അടുത്ത് വരുമ്പോ മാത്രമാണ് ഞാൻ എന്റെ എല്ലാ വിഷമങ്ങളും ഷെയർ ചെയ്യുന്നത്. എന്റെ ഫാമിലിയുടെ മുന്നിൽ എനിക്ക് സ്ട്രോങ് ആയി തന്നെ നിൽക്കേണ്ടതുണ്ട്. നിനക്കറിയാവുന്നതല്ലേ, അമ്മ എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അമ്മ വളരെ വീക്കാണ്. പ്രണവ്, ഐ എം വെരി സോറി. എനിക്ക് നന്നായിട്ട് അറിയാം. പ്ലീസ് പ്ലീസ് ഫർഗിവ് മീ. ഞാൻ ഒരുപാട് വിയേർഡായിട്ടാണ് പെരുമാറിയത്. ഐ ഡോണ്ട് നോ വൈ. എനിക്ക് ഒരുപാട് പേടിയാവുന്നു പ്രണവ്. ചേച്ചിയുടെ വിവാഹബന്ധം തകർന്നു. അഭിയേട്ടൻ ചേച്ചിയെ വഞ്ചിച്ചതും ആലി എന്നോട് കാണിച്ചതും പിന്നെ നമ്മുടെ കല്യാണം. പറഞ്ഞൊന്ന് കേൾക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ആണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ധൈര്യം കാട്ടി നടക്കുന്നു. ഞങ്ങള് ധൈര്യശാലികളായിരിക്കാൻ വേണ്ടി
ഞങ്ങളുടെ ധൈര്യം കൂട്ടിയിട്ട് പിന്നെ നീ എന്താ ഒറ്റയ്ക്ക് എല്ലാ വേദന ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നത് ബുൾബുൾ? ഞാൻ എന്റെ മകളുടെ ഈ സ്വഭാവത്തെ ഒരുപാട് അംഗീകരിക്കുന്നു. I love you, അമ്മേ. I love you too, മോളെ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രമായിരിക്കും. ഇനി ഞാൻ സത്യത്തിന് വേണ്ടിയല്ല, പൈസയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഈ ബന്ധുബലവും മറ്റു ബന്ധങ്ങളും എല്ലാം പൈസ കൊണ്ട് വാങ്ങാൻ പറ്റുന്നവയാണ്. മനസ്സിലായി നിനക്ക്? എനിക്കിനി ഒരുപാട് പൈസ സമ്പാദിക്കണം. ആണോ? ഇതേ കാര്യം തന്നെയല്ലേ ഞാൻ നിങ്ങളോട് ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയുണ്ടോ? ശരിയാ, മാറിപ്പോയി. സ്വയം മാറാൻ തീരുമാനിച്ചു. ശരി, സമ്പാദിക്ക്, പെട്ടെന്ന് പൈസ സമ്പാദിക്ക്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ ഇടയ്ക്കെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ രാജ്. നിനക്ക് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഉദ്ദേശം വേറെയാണെന്നുള്ളത്. ഞാൻ എത്ര സമയം ചെലവഴിക്കുന്നു അത് എനിക്ക് വേണ്ടി മാത്രമായിരിക്കും. മനസ്സിലായോ? പിന്നെ ഞാൻ പറയുന്ന കൂടെ ചെവി തുറന്ന്. അച്ഛൻ ഈ സമയത്ത് ഉറങ്ങുകയായിരിക്കും. നമ്മളിപ്പോ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ടെൻഷനിലാവും. നമ്മൾ ഫോൺ ചെയ്യണ്ട. എന്ത് ചെയ്യും? അറിയില്ലല്ലോ പ്രിയ എവിടേക്കാ പോയതെന്ന്. എന്താ പറ്റിയതെന്ന് ഒന്നും തന്നെ അറിയാൻ കഴിയുന്നില്ലല്ലോ. വിളിച്ചിട്ടാണെങ്കിൽ പരിധിക്ക് പുറത്താണെന്നും പറയുന്നു. എന്താ ഇപ്പൊ ചെയ്യാ? രാവിലെ വീട്ടിൽ നിന്ന് പോയതാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനും ബുൾബുളും അവിടേക്ക് പോവാം, അബയുടെ വീട്ടിലേക്ക്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാലോ പ്രിയച്ചി അവിടെ ഉണ്ടോന്ന്. അല്ലാതെ ആന്റി വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. പ്ലീസ് ആന്റി ഒന്ന് സമാധാനിക്കുക. അത് ശരിയാ. നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് പോ. പിന്നെ അവളെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഫോൺ ചെയ്യാൻ പറയണം. പിന്നെ എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്ന ചോദിക്കണം. അമ്മ ടെൻഷൻ അടിക്കാതിരിക്കെ. ഞാൻ അവിടെ ചെന്ന് ചേച്ചിയെ കണ്ടാൽ ഉടനെ അമ്മയെ വിളിക്കാൻ പറഞ്ഞോളാം. അതുപോലെ വാ പ്രണവ്. അപ്പൊ തന്നെ അഭി പുറത്തേക്ക് പോയി അവളെ അന്വേഷിക്കാൻ. ഏത് ഹോസ്പിറ്റലാ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ഹോസ്പിറ്റൽ അതേ പറ്റിയൊന്നും അയാൾ പറഞ്ഞില്ല. ആ, ഒരു കാര്യം അറിയാം. അതായത് ആ ഫാൻ ഇവിടെ വന്നിരുന്നില്ലേ, അയാൾ പറയുന്നുണ്ടായിരുന്നു അബിയുടെ ഓഫീസിനടുത്ത് വെച്ച് ആക്സിഡന്റ് പറ്റിയെന്ന്. അത് കേട്ട ഉടനെ അബി ഇറങ്ങിപ്പോയി. അല്ല, അപ്പൊ അവിടെ അടുത്ത് എവിടെയെങ്കിലും ഉള്ള ഹോസ്പിറ്റലായിരിക്കും. അല്ലാതെ നീ ടെൻഷൻ ആവല്ലേ. നമുക്ക് രണ്ടുപേർക്കും പോയി പ്രിയച്ചിക്ക് എന്താ സംഭവിച്ചെന്ന് നോക്കാം. പ്രിയച്ചിക്ക് ഒന്നും വരില്ല. വേഗം വാ. അതെ ബുൾബുൾ, പിന്നെ ഇനി പ്രിയെ കാണുകയാണെങ്കിൽ പറയണേ ഗെറ്റ് വെൽ സൂൺ എന്ന്. I'm sorry. Hey, thank you very much, man. നിങ്ങൾ കാരണമാണ് അവരെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിക്കാൻ പറ്റിയത്. ബട്ട് യു ആർ ഹിയർ. ഈസ് എവറിത്തിങ് ഓക്കെ? ഒരു മിനിറ്റ് സിസ്റ്റർ. എന്റെ വൈഫിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? നോക്കൂ, ഇപ്പോഴും ഓപ്പറേഷൻ നടക്കുകയാണ്. പിന്നെ പേഷ്യന്റെ കണ്ടീഷൻ ഡോക്ടറിന് മാത്രമേ പറയാൻ പറ്റൂ. എക്സ്ക്യൂസ് മീ. താങ്ക് യു. പ്രിയച്ചിക്ക് ഒന്നും സംഭവിക്കില്ല. നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പിന്നെ എങ്ങനെയാ? ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലെന്ന്, മുറിവൊന്നും ഉണ്ടാവാതിരുന്ന ചേച്ചിക്ക് ഒന്നും ഉണ്ടാവില്ല. ട്രസ്റ്റ് മീ, ഒന്നും സംഭവിക്കില്ല. അമ്മയുടെ ഫോൺ വരുന്നു. ബുൾബുൾ, നീ ഇപ്പൊ ഫോൺ എടുക്കരുത്. ബുൾബുൾ, നമ്മളിനി ഈ സമയത്ത് ആന്റിയോട് ഇത് പറയുകയാണെങ്കിൽ പ്രിയച്ചിക്ക് ആക്സിഡന്റ് സംഭവിച്ചു എന്ന് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആന്റിക്ക് സഹിക്കാൻ കഴിയില്ല. നമുക്ക് ആദ്യം പോയി പ്രിയച്ചിയെ കണ്ടുപിടിക്കണം. എന്നിട്ട് പ്രിയച്ചിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് ആന്റി അറിയിക്കാം. ഉറപ്പായിട്ടും. Just don't pick up the phone. Pranav, are you sure? Bulbul, please trust me. Ba, po. പിന്നെ എന്റെ അഭിപ്രായത്തിൽ ബന്ധം ആരുടെ കൂടെ ആയാലും, അതിപ്പോ സ്നേഹിക്കുന്നവരുടെ കൂടെ ആയാലും ദൈവത്തോടായാലും, ആ ബന്ധത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം.
നിങ്ങൾ ആ ദൈവത്തെ ഒന്ന് വിശ്വസിച്ച് നോക്ക്. വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. പക്ഷേ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ ആ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരവും അവിടെ നിന്ന് കിട്ടും. ട്രൈ ഇറ്റ്. കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ ഈഗോ ഒന്ന് മാറ്റിവെക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക. ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ അബി. അങ്ങയിൽ മാത്രമാണ് വിശ്വാസം. കരയാതിരിക്കും മോനെ. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, എന്തായാലും വരും. നീ ഒന്ന് അന്വേഷിച്ചാ മതി. അച്ഛമ്മ, ഞാൻ രാവിലെ തൊട്ട് അവളെ അന്വേഷിക്കുകയാണ്. ഞാൻ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. അവളുടെ വീട്ടിൽ, നമ്മുടെ ഓഫീസിൽ, ഹോസ്പിറ്റലിൽ, ഒരിടത്തും അവളെ കാണാൻ കഴിഞ്ഞില്ല. വേണ്ട, കരയല്ലേ നീ. കരച്ചിലൊന്ന് നിർത്ത്. നമുക്ക് അന്വേഷിക്കാം അവളെ. ഞങ്ങളുണ്ടല്ലോ നിന്റെ കൂടെ. ആകാശ്, എന്താ അച്ഛമ്മ? ഒരു കാര്യം ചെയ്യൂ, പോലീസിനെ ഫോൺ വിളിക്കൂ, കംപ്ലൈന്റ് കൊടുക്കൂ. പ്രിയയെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി കൊണ്ടുവരാൻ പറ. ശരി അച്ഛമ്മ, ഇപ്പൊ തന്നെ പറയാം. നമുക്ക് ചേർന്ന് അന്വേഷിക്കാലോ. വേണ്ട മോനെ, കരയല്ലേ. എനിക്കൊന്ന് പോണോ അമ്മേ? എനിക്കറിയില്ല എന്റെ മകൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന്. എനിക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. അമ്മ, ഇതെല്ലാം അവൻ കാരണം ഉണ്ടായത്. എല്ലാം അവൻ കാരണം ഉണ്ടായത്. അവനിപ്പോ തനുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നില്ലായിരുന്നെങ്കിൽ, അവൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവില്ലായിരുന്നു. അല്ലേ അമ്മേ? അവൾ ഇവിടുന്ന് പോയപ്പോ നിങ്ങൾ എന്തുകൊണ്ടാ തടയാതിരുന്നത്? നിങ്ങൾക്ക് അവളെ തടയാമായിരുന്നില്ലേ? എനിക്ക് നന്നായിട്ടറിയാം അവൾ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. എനിക്ക് സഹിക്കാനാവുന്നില്ല. എന്തുമാത്രം തകർന്നിട്ടുണ്ടാവണം അവള്. എങ്ങനെ അവൾക്ക് നോക്കി നിൽക്കാൻ കഴിയും? അവളുടെ കൺമുന്നിൽ വെച്ച് അവളുടെയും ധനുവിന്റെ കല്യാണം. യു നോ വാട്ട് രാജേട്ടാ, ഞാൻ ഒട്ടും വിചാരിച്ചതേയില്ല നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ കഴിയുമെന്ന്. ഐ മീൻ, ഏട്ടന് മനസ്സിലാവത്ത പോലുമില്ല ഏട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് 3 കോടി എങ്ങനെയാ എടുത്തതെന്ന്. ഈ പൈസ ഞാൻ അബിയുടെ ക്രെഡിറ്റ് കാർഡ് വെച്ച് എടുത്തതാണ്. ഇനി നമ്മളൊന്ന് മുങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാ അക്കൗണ്ട്സും ശൂന്യമായിക്കോളും. അഭി ഇനി എന്റെ വഴിക്ക് തടസ്സമാവാൻ വരില്ല. അതെന്തായാലും സംഭവിക്കും. അതായത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നില്ലല്ലോ. എനിക്ക് അവനോട് പ്രതികാരം ചെയ്യാൻ സാധിക്കൂ. അതിനുവേണ്ടി ആ ദിവസത്തിനുള്ള കാത്തിരിപ്പ് എനിക്കുണ്ട് രാജേട്ടാ. ഇപ്പൊ പിന്നെ എന്താന്ന് വെച്ചാ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡേ. എനിവേസ്, നമ്മുടെ ഈ സക്സസിന് വേണ്ടി ഒരു പാർട്ടി എന്തായാലും നടത്തണ്ടേ? അതുകൊണ്ട് ചായയും കോഫിയും എന്തിനാ, നല്ലൊരു പാർട്ടി തന്നെ നടത്തിക്കളയാം. ഇങ്ങനെ അധിക നേരം നിൽക്കുന്നത് കുഞ്ഞിനൊട്ട് നല്ലതല്ല. നീ എന്റെ കുഞ്ഞിന്റെ ആരോഗ്യം നന്നായി നോക്കണം. ശരിയായ ആഹാരം കഴിക്കണം, റെഗുലർ ചെക്കപ്പ് നടത്തണം. എന്റെ കുഞ്ഞിനൊന്നും വരാതെ നോക്കണം. നിന്റെ കുഞ്ഞോ? അപ്പൊ ഇത് നമ്മുടെ കുഞ്ഞാണ്. പിന്നെ നീ ഇപ്പൊ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അവനെ ഞാൻ നന്നായി ടേക്ക് കെയർ ചെയ്യും. നീയും അത് ചെയ്യണം. എന്റെ കുഞ്ഞിന്റെ ആരോഗ്യം നന്നായി നോക്കണം. ഞാൻ നോക്കാം, എപ്പോഴും നോക്കാം. അവൾക്ക് വേണ്ടി 3 സെറ്റോ, എനിക്ക് വേണ്ടി ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോ മകനെ കുറിച്ച് ചിന്തയൊന്നുമില്ലെങ്കിൽ പിന്നെ അതേപറ്റി ആലോചിക്കാൻ എന്തിരിക്കുന്നു? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ.
ഞാൻ എന്റെ മോനെ വിശ്വസിക്കാതിരുന്നത് ഞാൻ ചെയ്ത വളരെ വലിയ തെറ്റാ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ആദ്യം ഇത് പറയേ, അതായത് ഒരു മകന് വേണ്ടിയുള്ള അമ്മയുടെ സ്നേഹമാണോ അതോ എന്തെങ്കിലും കിട്ടാനുള്ള ഒരു പെണ്ണിന്റെ സ്നേഹമാണോ? അതെ, ഇതൊരു അമ്മയുടെ സ്നേഹത്തെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്റെ മകനെ വേണ്ടത്, അല്ലാതെ അവന്റെ പൈസയൊന്നും അല്ല വേണ്ടത്. പൈസ നിനക്ക് ഒരിക്കലും ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കുണ്ടല്ലോ ഒന്നും മനസ്സിലാവില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരൂ. ആദ്യത്തെ പോലെ ഒന്നുമില്ല. ഐ മീൻ അബി ഇപ്പൊ വേറൊരാളാ. ശരിക്കും കുഞ്ഞിന്റെ കാര്യത്തിലാണ് കുറച്ച് കൺസേൺ ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് അവൻ പ്രിയയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അവളെ ഓർക്കുന്നതും. ഐ ഡോണ്ട് നോ എന്താ ഈ പ്രിയയിൽ ഉള്ളതെന്ന്. അവൾ അബിയുടെ കൂടെ ഇല്ലെങ്കിലും അബിയുടെ കൂടെ തന്നെയുണ്ട്. കം ഓൺ തനു, അവളെ മറക്കാൻ കുറച്ച് സമയം കൊടുക്കുക ഏട്ടന്. അറ്റ്ലീസ്റ്റ് ഗിവ് ഹിം സം ടൈം യാർ. എന്റെ ടെൻഷൻ ഇതായിരുന്നു, ഏട്ടൻ നിന്നെ കല്യാണം കഴിക്കില്ലാന്ന്. എന്നാ ഏട്ടനാണെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് സമ്മതം മൂളി. മാത്രമല്ല നിന്റെ കൂടെ ടൈമും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഗിവ് ഹിം സം ടൈം. എല്ലാം നേരെയാവും. ഏട്ടൻ ആ കണ്ണാടിയെ എന്നേക്കുമായിട്ട് മറന്നോളും. എന്നിട്ട് നിന്നെ ആദ്യത്തെ പോലെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യും. ആൻഡ് എവറിത്തിങ് വിൽ ബി ബാക്ക് ടു നോർമൽ ദ വേ ഇറ്റ് വാസ്. ഓക്കെ? ഐ എം സോറി. ഞാൻ നിങ്ങളോടൊന്നും തന്നെ പറയാതെ ദൂരത്തേക്ക് പോവുകയാണ്. അറിയാം നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം തോന്നുമെന്ന്. എന്നെ അന്വേഷിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലെ എത്തിയിട്ടുണ്ടാവും. ഞാൻ എന്ത് ചെയ്യും? എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിച്ചു നിങ്ങളുടെ കല്യാണം തനുവുമായി നടക്കേണ്ടതാണെന്ന്. പക്ഷെ നിങ്ങൾക്ക് ഈ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കല്യാണം നടക്കുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കാന്ന്. ഈ സിറ്റി വിട്ട് ദൂരെ എവിടെയെങ്കിലും പോകാമെന്ന്. ഞാൻ അടുത്തുള്ളപ്പോ നിങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതിക്കാൻ മടിയുണ്ടായേക്കും. നിങ്ങളുടെ വിവാഹത്തിന് ഇനിയും ഒരു തടസ്സമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യം തന്നെ ഈ ലെറ്റർ കീറി കളയണമായിരുന്നു. പക്ഷെ ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അബിയുടെ മൂഡ് ശരിയാക്കാൻ വേണ്ടി. തനു, തനു എന്തു പറ്റി? വാ, നീ ഇവിടെ ഇരിക്കേ. ഓക്കെ? എന്തു പറ്റി തനു? പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിക്കാം. ഇല്ല അബി, എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല. അബി, നീ ഈ ലെറ്റർ എത്ര പ്രാവശ്യം വായിക്കും? അബി, ഇന്ന് നമ്മുടെ മെഹന്തിയാണ്. ഇന്നെങ്കിലും പ്രിയപ്പറ്റി ചിന്തിക്കാതിരുന്നൂടെ? യെസ് ഐ നോ. ആക്ച്വലി ഞാൻ ആ ഫയൽ എടുത്തപ്പോ അതിൽ നിന്ന് വീണതായി ലെറ്റർ. എന്തായാലും ഞാനിത് അവിടെ വച്ചേക്കാം. ദിവസം പോലും ഞാൻ സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. നിന്നെ ഓർക്കാതിരുന്ന ഒരു നിമിഷം പോലും എനിക്കുണ്ടായിട്ടുമില്ല. എല്ലാ ദിവസവും ഉറങ്ങുന്നത് നീ വന്നില്ലല്ലോ എന്ന വിഷമത്തോടെയാണ്. തൊട്ടടുത്ത ദിവസം എണീക്കുന്നത് നീ വരുമെന്ന പ്രതീക്ഷയോടെയും. നീ ഇല്ലാത്ത ദിവസങ്ങളെ മറക്കാനാണ് എനിക്കിഷ്ടം. നീ ഇല്ലാതിരിക്കുമ്പോൾ എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെയാണ്. പ്ലീസ് പ്രിയ, ഒന്ന് തിരികെ വാ. ഞാൻ ഈ കല്യാണം കഴിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടതല്ലേ? മാത്രമല്ല, നീ എനിക്ക് വാക്ക് തന്നതാണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന്. നിനക്കൊരിക്കലും നിന്റെ വാക്ക് തെറ്റിക്കാൻ കഴിയില്ല പ്രിയ. ഇനി അഥവാ നീ നിന്റെ വാക്ക് മാറുന്നതാണെങ്കിൽ ഒരു കാര്യം മാത്രം ഓർത്തോളൂ, ഞാൻ നിന്നെ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല എന്ന്. രാംലീലയിലെ ദീപിക സ്റ്റൈലില് ഒരു മിനിറ്റ്, ഒരു പുതിയ പോസ്റ്റ് ഉണ്ടല്ലോ കത്രീനയുടെ പുതിയ മൂവിയില്, അത്. ഇനി ഞാൻ കയ്യിൽ ഗൺ എടുക്കണോ? നീ ഏതൊക്കെ ഫോട്ടോയുടെ കാര്യം പറയുന്നേ? നിനക്ക് ഫോട്ടോ എടുക്കാൻ തന്നെ അറിയില്ല. ആക്ച്വലി ഈ ബാക്ക്ഗ്രൗണ്ട് ഒട്ടും ശരിയല്ല. വെയിറ്റ്, ലെറ്റ് മീ സീ. വൗ, വാട്ട് എ ബ്യൂട്ടി. നീ ആരുടെ ഫോട്ടോ എടുക്കുന്നത്? ബ്രൈഡ് ഞാനാണ്, എന്റെ ഫോട്ടോ എടുക്കൂ. യു നോ വാട്ട്, നിന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ല. നീ പൊയ്ക്കോ, ഞാൻ സെൽഫി എടുത്തോളാം. നിങ്ങൾ എല്ലാവരും പൊയ്ക്കോ. സർപ്രൈസ് സർപ്രൈസ്. അല്ല, നീ ഒരിക്കലും പ്രിയയല്ല. നിന്നെ കാണാതായിട്ട് ഇത്രയും ദിവസമായിരിക്കുന്നു. കാണാഞ്ഞപ്പോ ഞാൻ കരുതി നീ മരിച്ചുപോയെന്ന്. പിന്നെ നീ ഇവിടെ എങ്ങനെ? നീ പ്രിയല്ല. ശരിയാ.
അല്ലെങ്കിൽ ചിലപ്പോ തെറ്റാവാം, ചിലപ്പോ ഞാനൊരു സ്വപ്നമാവാം, അല്ലെങ്കിൽ സത്യം. യാഥാർത്ഥ്യമോ നിന്റെ വെറും തോന്നലോ ആകാം. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും? ഇറ്റ്സ് ഓൾസോ കൺഫ്യൂസിങ്. ഇറ്റ്സ് ഓൾസോ എക്സ്ക്യൂസ് മീ, സോറി, താങ്ക് യു. പ്രിയാണ്, പ്രിയല്ല, പ്രിയാണ്. എന്റെ ദൈവമേ, ഈ തനുവിന് കല്യാണത്തിന് മുമ്പേ തന്നെ വട്ടായോ? പ്രിയാണ്. പ്രിയയുടെ പേര് ജപിക്കാൻ തുടങ്ങിയെങ്കിൽ കല്യാണം കഴിഞ്ഞ മാലയും പിടിച്ചോണ്ട് പ്രിയയുടെ പേരിൽ നാമജപം നടത്തും. പ്രിയല്ല, പ്രിയാണ്, പ്രിയല്ല, പ്രിയാണ്. പ്രിയ ഒരിക്കലും അല്ല. ആയിക്കൊണ്ടിരിക്കുവാണോ? ഏട്ടനാണെങ്കിൽ എല്ലായിടത്തും നോക്കിയാലും പ്രിയെ മാത്രമേ കാണുള്ളൂ. നിനക്കും അതുപോലെ എല്ലായിടത്തും പ്രിയെ മാത്രമേ കാണുന്നുള്ളൂ. തനു, നീ ഈ പ്രിയ ഫോബിയിൽ നിന്നൊന്നും പുറത്ത് കിടക്ക്. ഇല്ലെങ്കിൽ നിനക്ക് ഈ സംഭവിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ അത് നിന്റെ കുഞ്ഞിനെയും കൂടി ബാധിക്കും. സോ വേഗം മാറിക്കും. ഈ വട്ടുകൾക്ക് എന്തിന്റെ കുഴപ്പമാണോ എന്തോ. ഒന്നിവളും പിന്നെ ആ ഏട്ടനും. ഇനി ഞാൻ കണ്ടത് പ്രിയയുടെ ഭൂതം വല്ലതുമാണോ? മോക്ടെയിൽ പ്ലീസ്. വെയിറ്റ്, കോക്ടെയിൽ. തനു ആണെങ്കിലുണ്ടല്ലോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയും ദിവസം എത്ര പീസ്ഫുൾ ആയിരുന്നു, എന്തൊരു ഇപ്പൊ എന്റെ ഫ്യൂച്ചറിൽ എന്നും എപ്പോഴും വിക്ടറി മാത്രമേ ഉള്ളൂ. അതൊക്കെ സമയം പറഞ്ഞു തരും. പക്ഷെ സാഡ്ലി നിന്റെ അടുത്ത പ്ലാനിന് വേണ്ടി എനിക്ക് നിന്നോട് ഓൾ ദി ബെസ്റ്റ് പറയാൻ കഴിയില്ല. എനിക്ക് നിന്റെ വിശ്വസിന്റെ യാതൊരു ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ, നീ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറിനെ പോലെ എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. We'll find out. അതുവരെ എന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി തന്നെ കണ്ടോളൂ. പിന്നെ എന്റെ ഇൻവെസ്റ്റിഗേഷൻ അവസാനിക്കുന്നത് വരെ യു ക്യാൻ എൻജോയ് യുവർ ഡ്രിങ്ക്, ഹാവ് ഫൺ. എനിക്കിടാൻ പറ്റുന്നില്ലത്. ശരിയായി. പ്രിയയുടെ ഫോൺ വന്നോ? ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ഇത് ചോദിച്ചോണ്ടിരിക്കുന്ന അമ്മ? രാവിലെ മുതൽ ചോദിക്കാം. ഇത് എത്രാമത്തെ തവണയമ്മ? പിന്നെ ചേച്ചി പറഞ്ഞിട്ടില്ലേ ചേച്ചിക്ക് വിളിക്കാൻ തോന്നുമ്പോ ചേച്ചി ഫോൺ ചെയ്യുമെന്ന്? അമ്മേ പ്ലീസ്, അമ്മ ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ. അപ്സെറ്റ് ആയ അമ്മ കാണാൻ ഒരു ഭംഗിയില്ല. പെട്ടെന്ന് റെഡിയാക്കി എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടി എടുത്തു വെക്കാനുണ്ട്. പ്രണവ് വരൂട്ടോ നമ്മളെ കൊണ്ടുപോകാനായിട്ട്. ഓക്കെ? അത്ര വലിയ ത്യാഗമാണ് അവൾ ചെയ്തത്. അവളുടെ വീട് ഉപേക്ഷിച്ചു, മറ്റൊരാൾക്ക് കുടുംബജീവിതം കിട്ടുന്നതിന് വേണ്ടി ഭർത്താവിനെ ഉപേക്ഷിച്ചു, ഒരു കുഞ്ഞിന് അതിന്റെ പിതാവിനെ കിട്ടുന്നതിന് വേണ്ടി. വേണ്ട മോളെ, ഇങ്ങനെ കരഞ്ഞ് അവളുടെ ത്യാഗത്തെ ചെറുതായി കാണരുത്. അമ്മ, ഞാൻ ധൈര്യത്തോടെ ഇരിക്കും. അമ്മയില്ല മോളെ നിന്റെ കൂടെ? അതെ അമ്മ. അമ്മേ, അച്ഛമ്മേ, പ്രണവ് വന്നേ. വരൂ വരൂ വരൂ. ആന്റി, നിങ്ങളുടെ ഈ കഴുത്ത് കുറഞ്ഞ നെക്ലസ് ഇട്ടുകൊണ്ട് വിയർത്തതാണോ അതോ എന്നെ കണ്ടിട്ടോ? ഒരു മിനിറ്റ് റോബിൻ, ആന്റിക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്കൂ വേഗം. ഇല്ല പ്രിയ, ഞാൻ ശരിക്കും ഓക്കെയാണ്. ഇല്ല, കുറച്ച് കൂടുതൽ ഓക്കെ ആണെന്ന് തോന്നുന്നു ആന്റി. വീട്ടിൽ ജോലിയൊന്നും ചെയ്യേണ്ടി വരാറില്ലേ? രച്ചുവാണോ എല്ലാം ചെയ്യുന്നത്? നൈസ് ഇയറിംഗ്സ്. എക്സ്ക്യൂസ് മീ. ലോട്ടറി അടിച്ചത് ഇവൾക്കാണ്. അഹങ്കാരം കണ്ടില്ലേ മാഡത്തിന്റെ? ചോദിച്ചത് സംഗീതത്തിനെ കുറിച്ചല്ല, ഞാൻ കോൺസെർട്ടിനെ കുറിച്ചാണ് ചോദിച്ചത്. കല്യാണത്തിന്റെ ധൃതിയായല്ലേ? I'm sorry. Actually, ഞാൻ excuse me. Come. നോക്കൂ,
Okay, so I'll see you later. ഒന്ന് ചോദിക്കച്ചമ്മേ, ഇനി അഥവാ മറുപടി തന്നില്ലെങ്കിൽ എന്നോട് ചെയ്യും പോലെ ഇവളുടെ ചെവിക്ക് തന്നെ പിടിക്കണം. അങ്ങനെ പറയിക്കണം ഇവളെ കൊണ്ട്. പറയേ. പ്രിയ, എന്റെ മോളെ, നീ വന്നല്ലോ. പ്രിയ, പ്രിയ, എന്ത് ഭംഗിയാ മോളെ നിന്നെ കാണാൻ. നീ ഒരുപാട് മാറിപ്പോയല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മോളെ, ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? എവിടെയാണെന്നോ എന്താണെന്നോ യുനോ ഈ ദിവസം തന്നെ എന്റെ ലൈഫിൽ വരാൻ കാരണം നീയാണ്. സോ താങ്ക് യു പ്രിയ. നീ അത്ര വലിയ സാക്രിഫൈസാ ചെയ്തത്. അതിന് താങ്ക് യു പറയാല്ലാതെ മറ്റൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. പിന്നെ എല്ലാം നീ പറഞ്ഞതുപോലെ തന്നെ നടക്കുന്നേ. ഇന്ന് മെഹന്തി, നാളെ സംഗീത്, പിന്നെ കല്യാണം. പ്രിയ, എനിക്കിപ്പോ നിന്നോട് പറയാൻ പറ്റുന്നില്ല. ഇത്ര വലിയ സന്തോഷം കിട്ടിയപ്പോ ഞാൻ എങ്ങനെയാ ഫീൽ ചെയ്യുന്നെന്ന്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് നീയാണ്. നിനക്ക് ഇന്ന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും കിട്ടുന്നേ. അപ്പൊ നടക്ക്, ഇന്ന് ഞാൻ നിനക്ക്. ഈ വീടും ഈ പണവും ഒക്കെ നിന്റെ ചേട്ടന്റെ ആണെന്നോ? ആലിയ, ആണെന്നല്ല, ആയിരുന്നു. ഭ്രാന്തായോ നിനക്ക്? അതോ ഇനി നിന്നെ കാണാതായത് ഇത്രയും ദിവസം നീ വല്ല ഭ്രാന്താശുപത്രിയിലോ ആയിരുന്നു? മൈൻഡ് യുവർ ലാംഗ്വേജ് ആലിയ. നീ ഇപ്പൊ സംസാരിക്കുന്ന വ്യക്തി പ്രിയ ആദിത്യ, ഈ വീടിന്റെ ഉടമസ്ഥ. മനസ്സിലാക്കുന്നോ? അത്രയും നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ആലിയ, മതി. സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് നല്ലപോലെ അറിയാം പ്രിയ എന്താ പറയുന്നതെന്നും എന്തുകൊണ്ടാ പറയുന്നതെന്നും. ഇനി ആരും ഒന്നും സംസാരിക്കണ്ട. എനിക്ക് പ്രിയയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. എന്താ പറയാനാ, നമ്മുടെ കല്യാണക്കാരല്ലാതെ ഒന്ന് വാ പ്രിയ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ അഭിഷേക് മേനോൻ, നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. എനിക്ക് നിങ്ങളുടെ ഫാമിലിയിലും ഇൻട്രസ്റ്റ് ഇല്ല, ഈ കല്യാണത്തിലും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഐ റിയലി ഡോണ്ട് കെയർ. ഞാൻ ഇവിടെ എന്റെ പ്രോപ്പർട്ടിക്കും എന്റെ പണത്തിനും വേണ്ടി വന്നതാ. അതിനെ നിങ്ങൾ വെള്ളം പോലെ ഒഴുക്കി കളയുന്ന എന്റെ ഓരോ രൂപയുടെയും കണക്ക് എനിക്ക് വേണം. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ചല്ല, എന്റെ പണത്തെക്കുറിച്ചായിരിക്കണം. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. ഇവളിതെന്താ പറയുന്നേ? അമ്മേ,
എല്ലാം ഇപ്പോഴും ഒരുപോലെ ഇരിക്കും. ഇപ്പൊ സമയം മോശമാണെങ്കിൽ ഉറപ്പായി നല്ല കാലം വരുമേ. വളരെ ശരിയാണ് ബുൾബുൾ പറയുന്നത്. ഇത് നിന്റെ അമ്മയ്ക്ക് മനസ്സിലായാ മതിയായിരുന്നു. എനിക്കിനി ഒരു കാര്യം ചെയ്യേണ്ടി വരും. എന്റെ കഫ് സിറപ്പ് കുറച്ച് ഇവളെ കൊണ്ട് കുടിപ്പിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ജാനകി അത് പെട്ടെന്ന് എടുത്തു തന്നേ. ഇന്നാ പിടിച്ചോ സർലേ. മനസ്സറിഞ്ഞ് 2 കവൾ കുടിച്ചാ മതി. എല്ലാ ടെൻഷനും ഇപ്പൊ ഇവിടുന്ന് പറക്കും. അച്ഛമ്മയുടെ ഐഡിയാസ് ഉണ്ടല്ലോ, അച്ഛമ്മയെ പോലെ തന്നെ യുണീക്കാണ്. പിന്നെ യുണീക്കാവാതെ ആരുടെയാ അച്ഛമ്മ? എന്റെ. ഞാൻ ഒരാളുടെ അല്ല, എല്ലാവരുടെയും അമ്മയാ. ഇപ്പൊ ഞാൻ നിനക്ക് വാർണിംഗ് തരിക, സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ല. ഐ ആം നോട്ട് ഡൺ യെറ്റ്. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാൻ കാര്യം പറഞ്ഞു തീരുന്നത് വരെ മിണ്ടാതെ നിന്ന് കേൾക്കണം. സ്പീക്ക് വെൻ യു ആർ സ്പോക്കൺ ടു. ശരി, ഇനി നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ ഞാൻ. നിനക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ പേപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിവുള്ളതല്ലേ? കാരണം ഇവിടുത്തെ ഓഫീസ്, അക്കൗണ്ട്സ് എല്ലാം നോക്കുന്ന നീയല്ലേ ഇപ്പോ. അതുകൊണ്ട് നീ തന്നെ ഇതാദ്യം കാണും. Come on, read them. Have fun. ആലിയ, എന്തിനാ ഇത്ര ടെൻസ്ഡ് ആവുന്നേ? എന്താ ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നേ? How is this even possible? ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഈ വീടും ഏട്ടന്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ഇൻവെസ്റ്റ്മെന്റ്സും everything belongs to പ്രിയ ആദിത്യ. What rubbish? അതെങ്ങനെ സംഭവിക്കും? ആർക്കും ഈ പ്രോപ്പർട്ടീസ് സ്വന്തമാക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവളോട് പറയാം അവളുടെ ഡ്രാമ നിർത്താൻ. കാരണം ഏട്ടൻ സൈൻ ചെയ്തിട്ടേ ഇല്ലല്ലോ. ഏട്ടൻ എന്താ മിണ്ടാത്തെ? ഏട്ടൻ സൈൻ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? കണ്ടോ, ഏട്ടൻ ഒരു സൈനും ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം ഈ പേപ്പേഴ്സ് ഫേക്കാണ്, ഈ സിഗ്നേച്ചർ ഫേക്കാണ്, ഇതെല്ലാം ഫേക്കാണ്. നിന്റെ ഈ ഷോ ഓഫ് നിർത്തിക്കോ, എന്നിട്ട് ഇറങ്ങിപ്പോയിക്കോട്ടെന്ന്. നീ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന എന്തിനാ ആലിയ മേനോൻ? ഞാൻ നിന്റെ എല്ലാം തട്ടിയെടുത്ത പോലെ? എന്ത് കാര്യത്തിനാ നിനക്ക് ദേഷ്യം? ചേട്ടൻ തന്നെയാ എനിക്ക് സൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഒരു പേപ്പറിൽ സൈൻ ചെയ്തിട്ടില്ല. ചേട്ടാ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ ദിവസം ഞാൻ വീട് വിട്ടു പോകുമ്പോ നിങ്ങളിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് ഞാൻ സൈൻ ചെയ്ത് വാങ്ങിയിരുന്നു. നിങ്ങളുടെ മുഖം കണ്ടാൽ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് അത് ഓർമ്മ വന്നു. നിങ്ങൾ സ്വയം നിങ്ങളുടെ എല്ലാം എന്റെ പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞു. തുടക്കം മുതൽ ഞാൻ ഇത് തന്നെ ആഗ്രഹിച്ചത്. അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ആ പേപ്പേഴ്സിൽ ഞാൻ നിങ്ങളുടെ സിഗ്നേച്ചർ വാങ്ങിച്ചു. ഞാൻ എല്ലാം വളരെ സ്മാർട്ടായിട്ടാണ് പ്ലാൻ ചെയ്തത്. കാരണം ആരും എന്നെ സംശയിക്കരുത്. ആ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര വലിയ സാക്രിഫൈസ് ചെയ്തു എന്നായിരുന്നു. എന്നാൽ ഞാൻ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ ഈ വീട്ടിൽ നിന്ന് എന്താണ് ഞാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇപ്പോ ഇതെല്ലാം എന്റേതായി കഴിഞ്ഞിരിക്കുകയാണ്. മറ്റാർക്കും അവകാശമില്ല. ഇവരെയൊക്കെ സമാധാനിപ്പിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? ചേച്ചി തിരിച്ചു വരുമെന്ന വിശ്വാസം വരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ഇന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ. പിന്നെ അമ്മേ, ഇത് കണ്ടോ എന്തുമാത്രം മാറിപ്പോയി, എന്ത് ചേഞ്ച് ആയത്? നീ എവിടെയായിരുന്നു മോളെ ഇത്രയും ദിവസം? പിന്നെ നീ എങ്ങനെ ഇത്രയും മാറിപ്പോയത്? നോ 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 ആന്റി, നിങ്ങളുടെ മകളുടെ സ്റ്റൈല് മാത്രമല്ല മാറിയത്, അവള് പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാ ഇതാണ് മിസ് പ്രിയ ആദിത്യ ഇപ്പൊ ഈ വീടിന്റെ യജമാനത്തിയാണ്. എല്ലാം ഇവൾ കൊടും ചതിയിലൂടെയാണ് ഉണ്ടാക്കിയത്. മിണ്ടരുത് ആലിയ, നീ ഒന്നും മിണ്ടരുത്. നീ ഇവളെ പഴിചാരികയാണോ?
ഒരു നുണ പോലും പറയാൻ അറിയില്ല, പിന്നെയാണോ ചതിക്കുന്നത്? നീ കേൾക്കുന്നില്ലേ അവൾ എന്താ പറഞ്ഞെന്ന്? എന്നിട്ട് നീ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണോ? ഓ, നീ ഇങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു. നിനക്കറിയാലോ ഈ വീട്ടുകാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നടക്ക, എന്റെ കൂടെ വാ വീട്ടിലേക്ക്. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. പ്രിയ, ആലിയ പറയുന്ന സത്യം. ഈ വീടിപ്പൊ എന്റേതാ. പിന്നെ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോവാനാ? ഇങ്ങനെ ഞൊടിക്കുന്ന നേരം കൊണ്ട് നിന്നെ തൂക്കി ഞാൻ ജയിലിലിട്ടില്ലെങ്കിൽ എന്റെ പേര് ആലിയ മേനോൻ എന്നല്ല. എങ്കിൽ ചെയ്യാനുള്ളത് ചെയ്യൂ ആലിയ, മടിക്കണ്ട. നിന്നെ ആരാ ഇവിടെ തടയുന്നത്? പക്ഷേ നീ ഇതെങ്ങനെ തെളിയിക്കും? ഈ വീട് എന്റേതാണെന്ന് തെളിയിക്കുന്ന എല്ലാ പേപ്പേഴ്സും എന്റെ കയ്യിലുണ്ട്. നിനക്കൊന്നും തെളിയിക്കാൻ പറ്റില്ല. വെറുതെ പഴിചാരാനേ പറ്റൂ. എന്ത് പറ്റി? എല്ലാരും എന്താ ഇങ്ങനെ നിൽക്കുന്നത്? രാജേട്ടാ, ഇല്ല, സോറി. ആലിയയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. പിന്നെ പ്രിയയ്ക്കും അറിയാം, പ്രിയ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ അത്ര എളുപ്പമല്ലെന്ന്. പ്രിയ, ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ. ഈ പേപ്പേഴ്സ് ഇതെല്ലാം ഞങ്ങളുടെ ലോയേഴ്സും കൂടി ഒന്ന് കാണട്ടെ. അവരിത് കൺഫേം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തോളാം. ഈ വീടിന്റെ ഓണർ പ്രിയയാണെന്ന്. ശത്രുവിന്റെ ശക്തി മനസ്സിലാക്കാൻ ചിലപ്പോഴൊക്കെ നമുക്ക് അവരോട് കൈ കോർക്കേണ്ടി വരും. ഈ ദേഷ്യമുണ്ടല്ലോ, അത് വെടിമരുന്ന് പോലെയാ. എത്ര കൂടുതൽ നമ്മളത് ഉപയോഗിക്കുന്നുവോ നഷ്ടവും ചിലപ്പോൾ അതേപോലെ തന്നെ കൂടുതലായിരിക്കും. നോക്ക്, എപ്പോഴും ദേഷ്യം, ഏത് കാര്യത്തിനും ദേഷ്യം. അപ്പോൾ മുമ്പിലുള്ള ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് അയാളെ ബാധിക്കുന്നുണ്ടെന്ന്. ദേഷ്യം തെറ്റാണെന്നല്ല, അത് ഉപയോഗിക്കുന്ന സ്ഥലവും സമയവുമാണ് തെറ്റ്. ഏതായാലും പറഞ്ഞതൊക്കെ പറഞ്ഞു. ഇനി ഞാൻ എന്തെങ്കിലും പറയുന്നതുവരെ നീ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. തെളിവുമില്ല. ഞാൻ ആലിയയുടെ മേൽ എന്ത് ആരോപണം നടത്തിയാലും അതെല്ലാം പ്രണവിന്റെ പേരിലേ വരുള്ളൂ. പിന്നെ തനുവിന്റെ കയ്യിലാണെങ്കിൽ ഫേക്ക് DNA റിപ്പോർട്ട്, പ്രഗ്നൻസി റിപ്പോർട്ട് എല്ലാം ഉണ്ട്. എനിക്കൊന്നും തെളിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും എതിരായ തെളിവുകൾ ശേഖരിക്കുന്നത് വരെ അവരെ എങ്ങനെ സഹായിക്കുന്നത് ആരാണെന്ന് കണ്ടെത്തുന്നത് വരെ എനിക്കിങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനായി ഇനി നിങ്ങളുടെ ശത്രുവാകേണ്ടി വന്നാൽ പോലും ഞാൻ ഇതിന്ന് പിന്മാറില്ല. കണ്ണുകളിൽ എന്നോടുള്ള സ്നേഹവും കണ്ടപ്പോ എന്റെ ധൈര്യം കൂടി. നിങ്ങളെ രക്ഷിക്കാൻ എന്തും ചെയ്യാമെന്ന ധൈര്യം ഉണ്ടായി. ഇനി എല്ലാം ശരിയാവും. ഇപ്പൊ എനിക്ക് എന്റെ എല്ലാം തിരിച്ചു കിട്ടിയില്ലേ, അതുപോലെ നിങ്ങളെയും തിരിച്ചു കിട്ടും. എന്നിട്ട് നീ ഇങ്ങനെ നിൽക്കുക. അബി, നിനക്കൊന്നും പറയാനില്ലേ? അബി, എനിക്ക് ഉത്തരം താ. അതിനൊന്നും ഞാൻ ആരെ അനുവദിക്കില്ല തനു. അതിപ്പോ എന്ത് വില കൊടുത്താലും ശരി.
ഐ ജസ്റ്റ് ഹോപ്പ് അബി ഇത്തവണ എന്തെങ്കിലും ചെയ്യുമെന്ന്. അഥവാ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങളായി തന്നെ നിലനിൽക്കും, എല്ലാം അവസാനിക്കും. പക്ഷെ ഈ പ്രിയ ഈ രീതിയിൽ മാറിയത് എങ്ങനെയാ? ഈ ആറ്റിറ്റ്യൂഡ്, ഈ സ്റ്റൈൽ, അവൾ ശരിക്കും ഇങ്ങനെ ആയതാണോ അതോ ഇങ്ങനെ ആയതായി നാടകം കളിക്കാണോ? ആര് തെറ്റ് ചെയ്തു എന്നതിനെ ആശ്രയിച്ചായിരിക്കും. And most important thing, Mr. Abhishek Menon, തങ്ങളുടെ പ്രോപ്പർട്ടീസിനും തങ്ങളുടെ പണത്തിനുമൊപ്പം അഭേദി റോക്ക് സ്റ്റാർ എന്ന ബ്രാൻഡ് നെയിം ഓൾസോ ബിലോങ്സ് ടു മീ. അതായത് നിങ്ങളുടെ പേരും ഇപ്പോ എന്റെ അണ്ടറില. അതിനർത്ഥം നിങ്ങൾ എന്ത് ജോലി ചെയ്യണം, ഏതൊക്കെ കോൺസേർട്സ് ചെയ്യണം, ഏതൊക്കെ പ്രോജക്ട്സ് ഏറ്റെടുക്കണം എല്ലാം ഞാൻ ഡിസൈഡ് ചെയ്തു. ഇതാണ് ഇവിടെ താമസിക്കാനുള്ള നിന്റെ കണ്ടീഷൻ എങ്കിൽ പിന്നെ നീ പറയുന്ന ഒരു കാര്യം പോലും ഞാൻ കേൾക്കാൻ പോകുന്നില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കോടതി പുണക്കി പോവാം, കേസ് കൊടുക്കാം. പക്ഷെ എന്നെ കൺട്രോൾ ചെയ്യാൻ നിന്നെ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഈ വീടിപ്പോൾ എൻ്റെതല്ല എങ്കിൽ പിന്നെ ഞാൻ തീരുമാനിക്കും ഞാൻ എവിടെ താമസിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ അഭിഷേക് മേനോൻ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ നീ പറയുന്നതൊന്നും അനുസരിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഈ വീട് ഉപേക്ഷിച്ച് പോകുന്നു. ഇനി ഞാൻ തിരികെ വരുന്നത് നീ ഇവിടെ നിന്നും പോയതിനു ശേഷമായിരിക്കും. എനിക്കറിയായിരുന്നു. ഞാൻ എത്രയോ തവണ നിങ്ങളോടൊക്കെ സത്യം പറയാൻ ശ്രമിക്കുകയും ചെയ്തു. നിങ്ങളൊക്കെ ഇവിടെ എന്തെങ്കിലും പറയുന്നതിന് പകരം എന്നെ അകറ്റി നിർത്താൻ ശ്രമിക്കുക ചെയ്തത്. ഇതൊക്കെ വിളിച്ചു വരുത്തിയതാ ഇപ്പൊ നടക്കുന്നതെല്ലാം. ഇനിയും ഇങ്ങനെ മിണ്ടാതിരുന്ന ഇവൾ ഇനിയും നമ്മളെ ടോർച്ചർ ചെയ്യും. അച്ഛമ്മ ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്യണം. അബിയെ തിരിച്ചു വിളിക്കണം. എന്നിട്ട് ഇവളെ ഇവിടെ ഇറക്കി വിടണം. നീ പറഞ്ഞത് ശരിയാണ്. ഇനി നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഐ മീൻ ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ വേണമെങ്കിൽ തുടരാം. ഇതൊക്കെ കഴിയുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. എല്ലാവരും എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ ഈ വീട് ഉപേക്ഷിച്ച് പോകുന്നു. ഇനി ഞാൻ തിരികെ വരുന്നത് നീ ഇവിടെ നിന്നും പോയതിനു ശേഷമായിരിക്കും. ഇതെന്താ സംഭവിച്ചത്? എനിക്കറിയായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇദ്ദേഹത്തിനും എന്റെ കുടുംബത്തിനും എന്നോട് ദേഷ്യം തോന്നുമെന്ന്. പക്ഷെ ഈ വീട് ഉപേക്ഷിച്ച് പോവെന്ന് അത് ഞാൻ വിചാരിച്ചില്ല. അദ്ദേഹത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് അദ്ദേഹം എന്നെ വിട്ടു പോയില്ലേ? നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പോവാൻ സാധിക്കും? എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ഒരുപാട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവുന്നു. എന്നോട് ദേഷ്യപ്പെട്ടോ, എന്നോട് വഴക്കിട്ടോ. പക്ഷെ എന്നാലും എന്നെ ഈ വീട് വിട്ട് പോവേണ്ട ആവശ്യമില്ലായിരുന്നു. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? ഇതൊന്നും എനിക്കിപ്പോ നിങ്ങളോട് പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. പ്ലീസ് നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ആയി പോവും. ഒരു ഉപയോഗം ഇല്ലാതായി പോവും. അതുകൊണ്ട് തിരിച്ചു വരണം. തിരിച്ചു വന്നേ പറ്റൂ. കഷ്ടപ്പെട്ട ഇവിടെ വരെ എത്തിയത്. പ്ലീസ് ഇനി
അങ്ങോട്ടുള്ള മാർഗം എനിക്ക് കാണിച്ചു തരണം. നിങ്ങൾ എന്തിനാ പോയി കളഞ്ഞത്? എനിക്കറിയാം നിങ്ങൾക്ക് ദേഷ്യം വന്നെങ്കിൽ അത് പ്രകടിപ്പിച്ച പോരാ. നേരത്തെ വരാമായിരുന്നു, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു വരാമായിരുന്നു. ഐ തിങ്ക് ഷീ ഈസ് അപ് ടു സംതിങ്. അവൾ തീർച്ചയായിട്ടും എന്തോ പ്ലാൻ അവളുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നീ പറഞ്ഞ പോയിന്റ് ശരിയാ അലിയ. അതായത് പ്രോപ്പർട്ടീസ് എല്ലാം നേരത്തെ സ്വന്തം പേരിലാക്കിയെങ്കിൽ പിന്നെ അവൾ വരായിരുന്നത് എന്താണ്? എനിക്ക് തോന്നുന്നത് ഈ സംഭവിക്കുന്നതിനൊക്കെ പിന്നിൽ അവളുടെ എന്തോ ഒരു വലിയ ലക്ഷ്യമുണ്ടെന്നാ. എന്ത് ലക്ഷ്യം? ഇനി അവൾ എന്റെ കല്യാണം മുടക്കാൻ വന്നതാണോ? അലിയ അലിയ പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഞാൻ എത്ര കഷ്ടപ്പെട്ട അഭി വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. ഇപ്രാവശ്യം അഭിയുള്ള കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ സന്യാസം സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ ചിന്തിക്കാൻ സാധിക്കുക? ഒന്ന് ചിന്തിക്ക. മുന്നോട്ട് പോകണം. എക്സ്പെഷ്യലി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അഭിയെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരണം. അഭിയെ ബോധ്യപ്പെടുത്തണം നിങ്ങളാണ് ശരി, പ്രിയയുടെ ഭാഗം തെറ്റാണെന്ന്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം ഹാൻഡിൽ ചെയ്യാൻ. എങ്കിലേ അഭി പ്രിയയ്ക്ക് പകരം നിങ്ങളുടെ സൈഡിൽ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. പിന്നെ ഇക്കാര്യം വളരെ ബുദ്ധിപൂർവ്വം വേണം ചെയ്യാൻ. പ്രിയയുടെ ബുദ്ധിയുടെ ലെവലുണ്ടല്ലോ, അതിലൊക്കെ മുകളിലായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. താനും ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും പ്രിയ അവളുടെ അടുത്ത പ്ലാൻ പ്രവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, അതായത് പ്രിയ അവളുടെ പേരിലാക്കിയ അഭിയുടെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അത് തിരിച്ച് അഭിയുടെ പേരിൽ എങ്ങനെ കൊണ്ടുവരാമെന്നാണ്. പറഞ്ഞത് കള്ളമായിരുന്നു. പക്ഷെ ശരിക്കും ചേച്ചി എന്നെ ഫോൺ ചെയ്തില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്. പ്രിയേച്ചി എന്നെ ഫോൺ ചെയ്തിരുന്നു, ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലും കരുതിയില്ല പ്രിയേച്ചി ഈ ഫംഗ്ഷനിൽ ഈ രീതിയിൽ വരുമെന്ന്. അത്രയും അറിയില്ല ചേച്ചി എങ്ങനെ ഇങ്ങനെ മാറിയെന്ന്. പക്ഷെ നോക്കമ്മേ, അമ്മ ചേച്ചിയെ കുറിച്ച് ഇനി ചിന്തിക്കരുത്. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ആ വന്ന പെൺകുട്ടി പ്രിയേച്ചി അല്ല നമ്മ വിചാരിച്ചാ മതി, മറ്റാരോ ആയിരുന്നു. വേണ്ട, ഞാൻ ഇത്രയൊന്നും ചിന്തിക്കാനേ പാടില്ല. ഇങ്ങനെ ഇമോഷണൽ ആകാൻ തുടങ്ങിയാൽ എല്ലാ പ്രയത്നവും വെറുതെയായി പോവും. ഞാൻ എന്നെ നിയന്ത്രിച്ചേ മതിയാകൂ. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല എന്ന് അറിയുന്നത് വരെ എനിക്ക് സമാധാനം കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, താഴെ ചെന്ന് ചോദിക്കാം എവിടെയുണ്ട്, എങ്ങനെ ഇരിക്കുന്നുവെന്ന്. തനു, അത് ഏട്ടൻ അറിയാം നമ്മളെല്ലാം ഏട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഹീസ് വെരി വെൽ അവെയർ. ഈ ജീവിതം മുഴുവൻ ഏട്ടനോടൊപ്പം കഴിഞ്ഞവർക്ക് അദ്ദേഹത്തെ കുറിച്ച് എത്രമാത്രം ചിന്തയുണ്ടാകുമെന്ന്. അഭി എന്നോട് പറഞ്ഞതാ, അവൻ എനിക്ക് ഒരിക്കലും സ്ട്രെസ് തരില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ. ഡോണ്ട് വറി തനു, ഏട്ടൻ ഒരിക്കലും നിനക്ക് ടെൻഷൻ തരില്ല. ഹി കെയർസ് അബൌട്ട് യു, ഹി ലവ്സ് യു. നോക്കിക്കോ, ഏട്ടൻ ഇപ്പൊ തന്നെ വാതിൽ തുറക്കും. ഏട്ടാ, ഐ തിങ്ക് നീ വീട്ടിലേക്ക് വെക്കൂ. പ്രിയയുടെ മേലൊരു കണ്ണ് വേണം. ഞാനിവിടെ അബിയുടെ കൂടെ ഇരുന്നോളാം. നമ്മൾ ഇവരെ രണ്ടുപേരും ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. ഓക്കെ, ഫൈൻ. ഇപ്പൊ എന്റേതാ ഈ വീടിപ്പൊ എന്റേതാ. അതിനർത്ഥം ഈ വീട്ടിലെ ഓരോ വ്യക്തിയും എന്റെ ഇഷ്ടത്തിനാ ജീവിക്കേണ്ടത്. എനിക്കറിഞ്ഞേ മതിയാകൂ ഈ വീട്ടിലെ ഓരോ അംഗവും എവിടെയാണ്, എന്താ ചെയ്യുന്നതെന്നൊക്കെ. കാരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളൊക്കെ കാരണം എന്റെ വിലപ്പെട്ട സമയവും പണവും നഷ്ടപ്പെടണമെന്ന്. പിന്നെ സമയം ഒരുപാട് താമസിച്ചോ എല്ലാവരും ഉറങ്ങിയേ മതിയാകും. നാളെ രാവിലെ 7 മണിക്ക് എല്ലാവരും ഇവിടെ ഉണ്ടാവണം. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന്. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എല്ലാവരും എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റൂ, അവളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാൻ. പ്രിയ ഇതുവരെ വിളിച്ചില്ലല്ലോ. എന്തായിരിക്കും അവിടെ നടക്കുന്നത്?
പ്രിയ എന്തൊക്കെയാവും ചെയ്യുക? അതൊന്ന് അറിഞ്ഞേ പറ്റൂ. സത്യത്തിൽ എനിക്കും അറിയില്ല അവിടെ എന്താ നടക്കുന്നതെന്ന്. നീ എന്തായാലും ടെൻഷൻ അടിക്കണ്ട, ഞാൻ എത്തിയിട്ട് നിന്നെ വിളിച്ചോളാം. ഇതിപ്പോ പ്രിയേച്ചിക്ക് എന്താ പറ്റിയെന്നാ മനസ്സിലാവാത്തത്. എനിക്കൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. തീർച്ചയായും ഇതിൽ എന്തോ കാര്യമുണ്ട്. പ്രിയേച്ചി നമ്മളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നീ ഇതൊന്ന് കണ്ടുപിടിക്കണം. എന്താ അവളുടെ ഉദ്ദേശം? അവൾ കാശും സ്വത്തുക്കളും മറ്റു കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഫാമിലി അവിടെ നിന്ന് മാറ്റണം. പ്രത്യേകിച്ച് എന്റെ അച്ഛമ്മയെ. കാരണം ഈ രീതിയിൽ പ്രിയെ അച്ഛമ്മ എത്രത്തോളം കാണുന്നോ അത് അച്ഛമ്മയ്ക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കും. ഇതുവരെ ഞാൻ മിണ്ടായിരുന്നു. ഇനി പ്രിയ ഏതെങ്കിലും തരത്തിൽ എന്റെ അച്ഛമ്മയെ വിഷമിപ്പിച്ചോ പിന്നെ ഞാൻ മിണ്ടാതിരിക്കില്ല. നീ ഞാൻ പറയുന്ന കേക്ക്. നീ എന്തിനാ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത്? നോക്ക്, ടെൻഷൻ അടിക്കാതെ ഫോൺ വെക്ക്. ഞാൻ അവിടെ എത്തിയിട്ട് നിന്നെ വിളിച്ചോളാം. ശരി, ഞാൻ വെക്കുക. ഓക്കെ. പറഞ്ഞോ, നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ചേച്ചിക്ക് ദേഷ്യം വരുന്നില്ലേ? ദേഷ്യം വരുന്നുണ്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവൾ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? എനിക്ക് തോന്നുന്നത് അവളോട് ആരുടെയും ഒരു സൂത്രവും ഫലിക്കില്ല, ആരുടെയും. എന്ന് വെച്ച ചേച്ചി ഇപ്പൊ പതുക്കെ പതുക്കെ അവളുടെ ഭാഗം പറയാണെന്നല്ലേ അർത്ഥം? തലയ്ക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ എന്തിനാ അവളുടെ ഭാഗം പറയുന്നത്? ഞാൻ ചിന്തിക്കുന്നത് ഇതാണ്, അവളെ എങ്ങനെയാണ് എതിർക്കുക എന്നത്. ഈ പ്രായത്തിൽ അവൾ നമ്മളോട് ജോലി ചെയ്യാൻ പറയുന്നു, ഞാനത് ചെയ്യില്ല. അവളെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ അബിക്ക് സാധിക്കൂ. പക്ഷെ എന്ത് ചെയ്യാൻ? അവൻ ദേഷ്യത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? അവൻ നമ്മളെ ഈ വിഷമത്തിൽ ഒറ്റയ്ക്കാക്കിട്ട് എങ്ങോട്ട് പോകാനാ? അവനെ വിളിച്ചേ പറ്റൂ. ഈ CD നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, മ്യൂസിക് ഏട്ടന്റെ ജീവനാണെന്ന്. പിന്നെ ഇപ്പൊ ഏട്ടന് മ്യൂസിക് കേൾക്കാൻ വല്ലാത്ത ആഗ്രഹം. യു നോ വാട്ട്, ഹീസ് റിയലി സ്ട്രെസ്ഡ് ഔട്ട്. അതുകൊണ്ട് ഞാൻ ഈ CD നിന്റെ റൂമിൽ നിന്ന് എടുക്കാൻ വന്നതാ. പിന്നെ എന്ത് പറയാനാ, ആഫ്റ്റർ ഓൾ ഒരു മ്യൂസിക് CD അല്ലേ, അത് ഏട്ടന്റെ കൂടെ ഇരുന്നോട്ടെ. നീ എന്നെ ഉപദേശിക്കുകയാണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. ഞാനെങ്ങനെയാ അങ്ങനെയൊക്കെ ചിന്തിക്കുക? ഒരു പക്ഷെ ഫാക്ട് അതാണല്ലോ. പാവം ഏട്ടൻ എത്രമാത്രം സ്ട്രെസ്സിലാ, ഏതവസ്ഥയിലായിരിക്കും ഈ സമയത്ത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ മ്യൂസിക് ഉണ്ടല്ലോ, ഇറ്റ് വിൽ റിയലി റിലാക്സ് ഹിം. അതുകൊണ്ടാ ഞാനിത് ഇവിടെ നിന്ന് എടുക്കാൻ വന്നത്. ആരാ? മാം, ഞാൻ റോബിൻ. Come in. ഗുഡ് ഈവനിങ് മാം. What's the matter? മാം, ഇത് പ്രണവ് സാർ മാമിനെ കാണാൻ വന്നിട്ടുണ്ട്. പ്രണവ് എന്തിനായിരിക്കും ഇപ്പൊ എന്നെ കാണാൻ വന്നത്? ഞാൻ എങ്ങനെയാ പ്രണവിനോട് സംസാരിക്കുക? പ്രണവിന് മുന്നിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയാലോ? പ്രണവിനോട് പറയൂ, ഞാൻ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന്. അയ്യോ പ്രണവ്, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പ്രണവിന് എന്നെ സഹായിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങളുടെ സുഹൃത്തിനോട് പോയി പറഞ്ഞു മനസ്സിലാക്കൂ, വീട് വിട്ടു പോകുന്ന പോലത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുതെന്ന്. ഇല്ലെങ്കിൽ ഞാൻ മാഡം, ഇനി മുതൽ അങ്ങോട്ട് മാഡം എന്ന് തന്നെ വിളിക്കണമല്ലോ. എനിക്കറിയില്ല നിങ്ങളെ ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന്. പ്രിയേച്ചിന്ന് വിളിക്കണോ, മാഡം എന്ന് വിളിക്കണോ, അതോ പറയും ഞാൻ എന്താ വിളിക്കേണ്ടത്? ഐ കാൻ ബിലീവ് നിങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. യു നോ വാട്ട്, ഇൻഫാക്ട് അബി ഇവിടെ ഇല്ലാത്തത് എന്തായാലും നന്നായി. അവൻ ഇവിടെ നിന്ന് പോയല്ലോ. ഇനി എന്തെങ്കിലും അവനോട് പറയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ അവനോടങ്ങ് പറഞ്ഞാൽ മതി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം, ഇപ്പോൾ അവനൊരു മുറിവേറ്റ സിംഹത്തെ പോലെയാണ്. നിങ്ങൾ എത്രത്തോളം ഉപദ്രവിക്കുന്നുവോ അവന്റെ പ്രതികരണവും അത്രത്തോളം വലുതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ്. ഒന്നും വിചാരിച്ച പോലെയല്ല നടക്കുന്നത്. എല്ലാവരുടെയും കണ്ണിൽ ഇപ്പോൾ ഞാനാണ് ഓണർ, ഞാനാണ് യജമാനത്തി. അപ്പൊ ഞാൻ യജമാനത്തെ പോലെ തന്നെ ബിഹേവ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴേ ഇങ്ങനെ തളർന്നു പോയാൽ ഇത്രയും വലിയ യുദ്ധം ഞാൻ എങ്ങനെയാ ജയിക്കുക? ജയിക്കണമെങ്കിൽ എന്റെ ഫീലിങ്സിനെ മാറ്റിവെക്കണം, പ്ലാനിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ആർക്കും ഞാൻ പഴയ പ്രിയയാണെന്ന സംശയം പോലും തോന്നരുത്, അദ്ദേഹത്തിന് പോലും. സാധിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ കോർട്ടിലായിരിക്കും കാണാം. പ്രണവ് എന്തിനാ വീണ്ടും വീണ്ടും വിളിക്കുന്നേ? അച്ഛൻ ഫോൺ വെയിറ്റിംഗിലാണ്, അവൻ എടുക്കുന്നില്ല. ഹൗ ഡെയർ യു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ്? കോടതിയുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കല്ലേ? ഓക്കെ ഫൈൻ, ഐ വിൽ സീ യു ഇൻ ദ കോർട്ട്. ഈ അഭി ആരാന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഹലോ ഹലോ, ഇത്രയും ധൈര്യമോ? എന്റെ ഫോണും കട്ട് ചെയ്തു. ഇനി നിനക്ക് ഞാൻ കാണിച്ചു തരാം, നീ എന്റെ മുമ്പിൽ ഒന്നും അല്ലാന്ന്. അവളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ.
പ്രണവ് എന്തിനാ ചുമ്മാ കിടന്ന് വിളിക്കുന്നേ? അവനെ ഞാൻ വീട്ടിലേക്ക് അയച്ചതാണല്ലോ, എല്ലാം ഓക്കെ ആണോ നോക്കാൻ. പ്രണവിനൊന്ന് വിളിച്ചു നോക്കാം. പേര് ചെയ്ത് വെക്കും. അവളുടെ മുന്നിൽ യാദൃശ്ചികമായിട്ട് എത്തണം. അപ്പൊ അവൾക്ക് ആലോചിച്ച് പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അങ്ങനെ ഞാൻ അവളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കും. പക്ഷെ പ്രണവും അച്ഛമ്മയും കാത്തിരിക്കായിരിക്കുമല്ലോ. ആദ്യം ആ ബലൂണിനെ പോയി ഒരു പാഠം പഠിപ്പിക്കാം, എന്നിട്ട് അവരെ കാണാം. അപ്പൊ അവർക്ക് മനസ്സിലാവും ഞാൻ അവരെ ഇൻസൾട്ട് ചെയ്തതിന്റെ പ്രതികാരം ചെയ്യാൻ പോയതാണെന്ന്. എന്നെ ഓർത്ത് അവർ അഭിമാനിക്കും. എല്ലാവരും പറയും അബി ഈസ് ബാക്ക്. ഏത് വഴി പോകും? പിന്നിലുള്ള വാതിലൂടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും കാണുകയും ചെയ്യുമല്ലോ. ആ പ്രിയയ്ക്ക് മനസ്സിലാവും ഞാൻ എത്തിയെന്ന്. അപ്പൊ പിന്നെ ഏത് വഴി പോകും? എന്നെ ഓർത്ത് അവർ അഭിമാനിക്കും. എല്ലാവരും പറയും അബി ഈസ് ബാക്ക്. ഏത് വഴി പോകും? പിന്നിലുള്ള വാതിലൂടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും കാണുകയും ചെയ്യുമല്ലോ. ആ പ്രിയയ്ക്ക് മനസ്സിലാവും ഞാൻ എത്തിയെന്ന്. അപ്പൊ പിന്നെ ഏത് വഴി പോകും? ആ ഇത് തന്നെയാണ് ശരിക്കുള്ള വഴി. എന്നാലും കുറച്ച് റിസ്ക് അല്ലേ? ആ ബലൂണിനോട് പ്രതികാരം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും? സംസാരിച്ചത് വെച്ച് ഉറപ്പായും എന്നോട് ദേഷ്യത്തിലായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈഗോ കാരണം എന്നോട് വഴക്കുണ്ടാക്കാൻ വരെ ഇപ്പൊ വന്നേക്കും. പക്ഷെ എന്ത് വന്നാലും എന്റെ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ പേടിക്കാനും പാടില്ല. ഓരോ ചോദ്യത്തിനും രണ്ടുത്തരം വെച്ച് പറയണം. അതും അദ്ദേഹത്തെ വേദനിപ്പിക്കാതെ. അദ്ദേഹത്തെ വിഷമിപ്പിക്കാതെ എങ്ങനെ ഇതൊക്കെ ചെയ്യും? ഇങ്ങനെ ചിന്തിച്ച് ഇമോഷണൽ ആവുകയാണെങ്കിൽ ഇത്രയും നാള് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയോ? ഐ ഹാവ് ടു ബി സ്ട്രോങ്. ഇവിടെ ഞാൻ എന്തിനാ വന്നെന്നുള്ള ഓർമ്മ എനിക്ക് വേണം. കൂടുതൽ ചിന്തിക്കാൻ പാടില്ല. ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ. അദ്ദേഹത്തോട് ഇടപെടുമ്പോ സൂക്ഷിച്ചു വേണം. ഇങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാം കൊളാവും. ഇതാരാ ഇവിടെ? അയ്യോ, ഇനി വല്ല കള്ളനും ആയിരിക്കോ? ഇനി എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആരെങ്കിലും വിളിക്കാം. അയ്യോ, അത് വേണ്ട. അപ്പൊ എല്ലാവരും കരുതും ഞാൻ പേടിത്തൊണ്ടിയാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അഭിയൊന്നങ്ങ് വരട്ടെ, എന്നിട്ട് അവനെ കൊണ്ടൊരു പാഠം പഠിപ്പിക്കണം. ഏട്ടൻ വരുന്നുണ്ടോ? ആ ഞാൻ അബിയോട് സംസാരിച്ചിരുന്നു. അവനിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നീയല്ലേ നേരത്തെ പറഞ്ഞത് ഏട്ടൻ വരില്ലെന്ന്? ഇത് വളരെ നല്ല വാർത്തയാ. ഐ മീൻ, ഏട്ടൻ പോയതിനു ശേഷം എല്ലാവരും തകർന്നതുപോലെയായിരുന്നു. ഏട്ടൻ തിരിച്ചു വരുന്നത് എന്തായാലും നന്നായി. ഇനി ഏട്ടൻ പ്രിയെ ഒരു പാഠം പഠിപ്പിച്ചോളൂ. എന്നാലും അവൾക്ക് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാ സാധിക്കുന്നത്? നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാം. കള്ളന്മാരെ അങ്ങനെ തന്നെ ചെയ്യാം. അതിപ്പോ റോക്ക് സ്റ്റാർ ആയ പോലും. ഞാൻ കള്ളനാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒളിച്ചൊളിച്ച് ബാൽക്കണി കൂടി കള്ളന്മാരാ വരുന്നേ. ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യാൻ വന്നതാ, മര്യാദ പഠിപ്പിക്കാൻ വന്നതാ നിന്നെ. മര്യാദ പഠിപ്പിക്കാനല്ല, മര്യാദ പഠിക്കാൻ വന്നതാ നിങ്ങൾ. എന്റെ മുറി എന്റെ പെർമിഷൻ ഇല്ലാതെ ആരെങ്കിലും കടന്നാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനി എങ്ങാനും ഇങ്ങനെ ചെയ്താ ഫാനിൽ കെട്ടി തൂക്കി തല്ലിഞ്ഞ്. എന്താ നീ എന്താ പറഞ്ഞ? അവിടെ ഞാൻ ആ പേപ്പർ കാണിച്ചു, ഇതെല്ലാം എന്റെ പേരിലാന്ന്. പ്രോപ്പർട്ടിയും സ്വത്തുക്കളും എല്ലാം എന്റെ പേരിലാ. അതുകൊണ്ട് തന്നെ ആ പൈസയും എന്റേതാ. അപ്പൊ ഞാൻ ഡിസൈഡ് ചെയ്യും എത്ര എവിടെ ചെലവാക്കണമെന്ന്. പിന്നൊരു കാര്യം, നിങ്ങളും നിങ്ങളുടെ ചെലവുകളുടെ കണക്ക് എനിക്ക് തരണം. അതുകൊണ്ട് പ്ലീസ് നാളെ രാവിലെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് കിട്ടണം.
സേ, പക്ഷെ എനിക്ക് തോന്നുന്നത് നിനക്കിപ്പോ ഏട്ടന്റെ മേലെ ഒരു ഹോൾഡും ഇല്ലെന്ന്. നീ തന്നെ നോക്ക്, ഏട്ടൻ നിന്റെ വാക്ക് കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല അതൊന്ന് ശ്രദ്ധിക്കുന്ന കൂടിയില്ല. അലിയ, യു നോ വാട്ട്, ഞാൻ അബിയെ കല്യാണത്തിന് സമ്മതിപ്പിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നത് നീയല്ല, പ്രിയയാണ് കല്യാണത്തിന് സമ്മതിപ്പിച്ചതെന്ന്. ഇൻഫാക്ട് ഞാൻ ആലോചിക്കുന്നത് അവൾ എന്തിനാ അങ്ങനെ ചെയ്തെന്ന്. എനിക്ക് തോന്നുന്നില്ല അവള് നിനക്ക് നിന്റെ ഭർത്താവിനെ തിരിച്ചു നൽകാൻ ആഗ്രഹിക്കുന്നെന്ന്. എന്ന് വെച്ചാൽ അവളുടെ ഭർത്താവിനെ നിനക്ക് തരുമോ? ഇൻഫാക്ട് എനിക്ക് തോന്നുന്നത് അവൾ അവളുടെ ഭർത്താവിൽ നിന്നും എല്ലാം തട്ടിപ്പറിക്കാൻ ആഗ്രഹിക്കുന്നെന്ന്. പ്ലീസ്, നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്കറിയാം നീ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലെന്ന്. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാ ശരി, നീ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കാം. പക്ഷെ അതിനുവേണ്ടി എനിക്ക് ചിലത് അറിയേണ്ടതുണ്ട്. പ്രിയ, ഇവിടെ മാത്രം നീ കൺട്രോൾ ചെയ്യ. ഈ ടെസ്റ്റ് പാസ്സായ പിന്നെ നിന്നെ ഇദ്ദേഹം സംശയിക്കില്ല. അപ്പൊ നീ എന്റെ പ്രിയ അല്ലല്ലേ? അല്ല. ഞാനീ കാണുന്നത് എന്റെ പ്രിയ അല്ല. പറയാ, ഞാനിങ്ങനെ തൊടുമ്പോ നിന്റെ ഹൃദയം ഒരു വലിപ്പം പോലും കൂടുന്നില്ല എന്ന്. എനിക്ക് ഓക്കെയാ. ഇവിടെയോ എനിക്ക് ഓക്കെയാ. നിങ്ങൾ തനുവിനോട് ഇതൊന്നും പറയരുത്. വീട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല. എന്തു പറ്റി? നിങ്ങൾ ചെയ്തോണ്ടിരുന്ന ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിഷ്ടമാണ്. Come on. If you want, I could be. പറഞ്ഞതല്ലേ പ്രണവ് പോകരുതെന്ന്. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. ബുൾബുൾ, നീ എന്തൊക്കെ ഈ പറയുന്നത്? അബി എന്റെ സുഹൃത്താ. ഈ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ അവനെ ഉപേക്ഷിക്കുന്നത്? അവൻ ആകെ തകർന്നുപോയി. പാവം എന്റെ അബി ഇപ്പൊ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പ്രണവ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് ഏട്ടനെ പറ്റി ചിന്തയുണ്ടെന്ന്. പക്ഷെ എനിക്ക് നിന്നെ പറ്റിയാണ് ചിന്ത പ്രണവ്. ചേച്ചി നിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന എനിക്ക് കാണാൻ വയ്യ. ബുൾബുൾ, ഇൻസൾട്ട് ചെയ്യാൻ ഇനി എന്താ ബാക്കിയുള്ളത്? ഇനി എന്താ പറയാനുള്ളത്? പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ നിന്റെ ചേച്ചി? പക്ഷെ പ്രണവ്, നീ ഒരുപാടായി. നമ്മളെല്ലാവരും ചേർന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പ്രിയച്ച് ഒരു പാഠം പഠിപ്പിക്കുമെന്ന്. ശരിയായിരുന്നു. പക്ഷെ ഒരു ബെഡിൽ തനു, നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഒരു തവണ ഞാൻ അതിലൂടെ കേറിയാലുണ്ടല്ലോ, പിന്നെ അവൾ എന്റെ അടുത്തേക്ക് വന്ന ഒരു ഒറ്റ ചവിട്ടടിച്ച് താഴെ ഇടും ഞാൻ അവളെ. വീണ്ടും വന്നാലോ? വീണ്ടും വന്നാൽ ഞാൻ അവളെ ചവിട്ടി 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 താഴെ ഇടും. പിന്നെ അവള് കളിക്കുന്ന ഗെയിം എന്താണെന്ന് പോലും അവള് മറന്നുപോകും. പിന്നെ ഒന്നും അവൾക്ക് ഓർമ്മ കാണില്ല. അതായിരിക്കും അവളുടെ മേലുള്ള ഈ അഭിഷേകിന്റെ ആദ്യത്തെ വിജയം. നീ പ്രോമിസ് അല്ലേ? എന്റെ തന്നെ പ്രോമിസ്. നീ പോയി കിടന്ന് ഉറങ്ങാം. അബി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശ്വാസം പോരാ. കാരണം നാളെ നിങ്ങൾ ഉണർന്ന് എന്നോട് പറഞ്ഞാലോ നിങ്ങളുടെ ഏകാന്തതയെ ഞാൻ മുതലെടുത്തുന്ന്. നീ എന്താ പറഞ്ഞേ? കട്ടിലിന്റെ അറ്റത്ത് പോയി കിടക്കാനോ? ഇത് കണ്ടോവരോട് ഒരെണ്ണം വച്ച് തന്നാലുണ്ടല്ലോ നിനക്ക്. എന്താ ഇത്? 100 പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ. എന്നെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ രാത്രി മുഴുവൻ ലോക്കപ്പിൽ കിടക്കാം.
അത് ശരി. അപ്പൊ ഇതിനു വേണ്ടിയാണ് എന്നോട് ബെഡിൽ കിടക്കാൻ പറഞ്ഞല്ലേ? ഇത് ഇവളുടെ പ്ലാനാണ്. മനഃപൂർവ്വമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാനെങ്ങാനും അറിയാതെ ടച്ച് ചെയ്യുമ്പോ പോലീസിനെ വിളിച്ച് എന്നെ ജയിലിലാക്കാനുള്ള പരിപാടിയാ. പക്ഷെ ഞാൻ ഇവളുടെ പ്ലാൻ സക്സസ് ആവാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഓക്കെ. ഇങ്ങനെ ഇരുന്ന് ഈ രാത്രി മുഴുവൻ എനിക്ക് നിങ്ങളെ നോക്കാൻ പറ്റും. തമ്മിൽ തമ്മിൽ നമ്മൾ മോഹത്തേരേറുന്നു. എത്ര ജന്മങ്ങളിൽ എത്ര സ്വപ്നങ്ങളിൽ എത്ര നാളായി കൊതിച്ചു ഞാൻ ഈ നിമിഷം. ഇനിയും നിങ്ങൾ ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജഗ്ഗിലെ വെള്ളം മുഴുവനും ഞാൻ നിങ്ങളുടെ തലയിൽ ഒഴിക്കും. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഉണർന്നാ ഞാൻ തോറ്റത് തന്നെ. ഉണർന്നില്ലെങ്കിൽ അവൾ എന്റെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കും. ഞാൻ നിങ്ങൾക്ക് 5 സെക്കൻഡ് സമയം തരും. അതിനുള്ളിൽ ഉണർന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ ഉത്തരവാദി നിങ്ങൾ മാത്രം. ടിക് ടിക് 5, ടിക് ടിക് 4, ടിക് ടിക് 3, ടിക് ടിക് 2. അപ്പൊ നിങ്ങൾ ഉറങ്ങുന്ന പോലെ ആക്ട് ചെയ്യായിരുന്നോ? ഇതൊക്കെ ആക്ടിങ് ആയിരുന്നോ? എന്നിട്ട് പിന്നെ ചാടി എഴുന്നേറ്റ് എന്തിനാ? അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ വെള്ളം വീണേ? ഇവിടെ ഒരു പുതിയ സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനും കരുതി ഒരു പുതിയ സ്റ്റൈൽ ആവാന്ന്. ഇനി ഈ സ്റ്റൈലിൽ നിനക്ക് ശിക്ഷ നൽകാനാണ് എന്റെ തീരുമാനം. ഇങ്ങനെ കണ്ണു കാണിച്ചാലൊന്നും ഞാൻ പേടിക്കില്ല. ഞാനിപ്പോ നിങ്ങളുടെ ബോസാ, ഭാര്യയല്ല. അതുകൊണ്ട് ബോസ് പറയുന്നത് കേൾക്കണം. ബിക്കോസ് ബോസ് ഇസ് ഓൾവേസ് റൈറ്റ്. 15 മിനിറ്റിനകം ഓഫീസിൽ പോകാൻ റെഡി ആയില്ലെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകേണ്ടി വരും. എനിക്കിതെന്താ പറ്റിയേ? ഞാനെന്താ അവക്ക് മറുപടി കൊടുക്കാത്തെ? എനിക്കറിയായിരുന്നു ഇവിടെയുള്ളവരാരും എന്റെ വാക്കുകൾ അത്ര പെട്ടെന്നൊന്നും അനുസരിക്കില്ല എന്ന്. 9 മണിയായിട്ടും ആരും മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൂടിയില്ല. ഇത് ശരിയാവില്ല. കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവണം. റോബിൻ, 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 ശ്രദ്ധിച്ചു കേട്ടോ. രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? ഇനി ഉണർന്നോളൂ. ഓ ഗോഡ്, റോബിൻ, എവിടെയായിരുന്നു നീ? എത്ര നേരമായിട്ട് വിളിക്കുന്നു. നിന്റെ മുറിയിലെ AC ആരാ ഓഫ് ചെയ്തു? കുളിച്ചിട്ട് വാ. പിന്നൊരു കാര്യം, എല്ലാം ഇനി സ്വന്തമായി ചെയ്യണം, അല്ലാതെ റോബിനെ വിളിക്കണ്ട. എല്ലാം നീ കാരണം തന്നെ. രാവിലെ കണി കാണുന്നവരോട് ഐശ്വര്യം പോലെ ഇരിക്കുമല്ലോ നമ്മുടെ ആ ദിവസം. എന്റെ കാലക്കേടി നിന്ന് നിന്റെ മുഖം കാണേണ്ടി വന്നേ. ലൈഫിൽ ആദ്യമായിട്ട് എന്റെ വാഷ്റൂമിൽ വെള്ളം ഇല്ലാതാവുന്നേ. അങ്ങനെ സംഭവിച്ചെങ്കിൽ കാര്യമായി പോയി. അകത്ത് പോയി കുളിക്കാൻ നോക്ക്. ഇനി അഥവാ പറ്റിയില്ലെങ്കിൽ ഇത് വെച്ച് കാര്യം നടത്താം. ആ ടിഷ്യൂ നീ തന്നെ കൈവച്ചാ മതി. നിനക്കൊരു ദിവസം വരും, അന്ന് കരയുമ്പോഴേ തുടയ്ക്കാനായിട്ട് എടുക്കാം. ആ സമയത്ത് വേറെ അന്വേഷിക്കണ്ടല്ലോ. ടിഷ്യൂ പേപ്പർ കൊണ്ട് വന്നേക്കുന്നു. അല്ല, ഈ ബാത്റൂമിലെ വെള്ളം എങ്ങനെ പോയി? അത്രയും കിട്ടുന്നതല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട് എന്ന് തന്നെയാ. ചിലർക്ക് എനിക്കെതിരെ, മറ്റു ചിലർക്ക് എന്റെ റൂൾസിനെതിരെ. അതുകൊണ്ട് ഞാനൊരു കാര്യം ആദ്യമേ പറയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു തവണ മാത്രമേ പറയൂ. അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇടയിൽ എന്തെങ്കിലും പറയാൻ തോന്നുകയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുന്നതാ നല്ലത്. എന്താ നീ പറയുന്നതിന്റെ ഒക്കെ അർത്ഥം? ആലിയ, ഞാൻ അതിനൊന്നും പറഞ്ഞു തുടങ്ങിയില്ലല്ലോ. ഇന്ന് ഞാൻ എല്ലാവരോടും ഈ വീട്ടിൽ പാലിക്കേണ്ട റൂൾസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്.